പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതും കർമ്മപരമായ കാര്യങ്ങളിൽ രണ്ടാമത്തേതുമായ സകാത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമുക്കിവിടെ നടത്താനുള്ളത്. ഏതാനും ചുരുങ്ങിയ സമയം കൊണ്ട് പൂർണാർത്ഥത്തിൽ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല സകാത്ത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സകാത്തിന്റെ ആത്മീയവും സാമ്പത്തികവുമായിട്ടുള്ള വശങ്ങളും സകാത്തിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള നിയമങ്ങളുമൊക്കെ ചർച്ച ചെയ്യാൻ ദിവസങ്ങൾ തന്നെ നമുക്ക് ഒരുപക്ഷെ ഉപയോഗപ്പെടുത്തേണ്ടി വരും. നമ്മുടെ മുന്നിൽ അത്രമാത്രമൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുമായി വളരെ നേരിട്ട് ബന്ധപ്പെടുന്ന അതിപ്രധാനങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. സകാത്തിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം ഓതി കേൾപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ പറയുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും അതുപോലെ തന്നെ വെള്ളിയും സൂക്ഷിച്ചു വെക്കുന്നവർ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അതവർ വിതരണം ചെയ്യുന്നില്ല, ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ശിക്ഷയുണ്ട് എന്ന് നബിയെ നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. എന്താണ് അവർക്കുള്ള ശിക്ഷ? യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, അവർ സൂക്ഷിച്ചു വെക്കുന്ന സ്വർണവും വെള്ളിയും നാളെ പാർത്ഥിക ലോകത്ത് ചെല്ലുമ്പോൾ നരകത്തിലെ തീയിലിട്ട് അത് പഴുപ്പിക്കപ്പെടും. ഫതുഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, ശേഷം പഴുത്ത് പാകമായിട്ടുള്ള ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിധികളെ ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സൂക്ഷിച്ചു വെച്ചവരുടെ ശരീരഭാഗങ്ങളിൽ മുഴുവനും ചൂടുവെക്കുമെന്ന്. ശേഷം അവരോട് പറയപ്പെടും, ഹാദാ മാ കുന്തും തക്നിസൂൻ, ഇതാണ് ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചെലവഴിക്കാതെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ നിധികളെന്ന്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സകാത്ത് കൊടുക്കാത്തവരെ കുറിച്ച് പറഞ്ഞത്, അവര് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള സമ്പത്ത് മുഴുവനും പാമ്പും തേളുമായിട്ട് അവരുടെ ഖബറിൽ കൊണ്ടുവരപ്പെടുമെന്നാണ്. ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സൂചിപ്പിച്ച വന്യരായ ഉസ്താദ് ഇവിടെ പറഞ്ഞ കാര്യം ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ്. ചുരുക്കത്തിൽ വിശ്വാസികളായ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഐഹികവും പാരത്രികവുമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കർമ്മമാണ്, കടമയാണ് സകാത്ത് എന്ന് പറയുന്നത്. എന്തിനേറെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന് ശേഷം മഹാന്മാരായ സ്വഹാബത്ത് ആദ്യമായിട്ട് യുദ്ധം ചെയ്തത് സകാത്ത് കൊടുക്കാത്തവർക്കെതിരെയായിരുന്നു എന്ന് പറയുമ്പോൾ സകാത്തിന്റെ ഗൗരവം എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഇസ്ലാം രണ്ട് തരം സകാത്താണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഒന്ന് ശരീരവുമായി ബന്ധപ്പെട്ട സകാത്തും രണ്ടാമത്തേത് സമ്പത്തുമായി ബന്ധപ്പെട്ട സകാത്തുമാണ്. ശരീരവുമായി ബന്ധപ്പെട്ട സകാത്ത് സകാത്തുൽ ഫിത്ർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫിത്ർ സകാത്ത് പരിശുദ്ധ റമദാൻ അവസാനിച്ച് ശവ്വാൽ ആരംഭിക്കുന്നതോടുകൂടെയാണ് ഫിത്ർ സകാത്ത് നമുക്ക് നിർബന്ധമാകുന്നത്. ഫിത്ർ സകാത്ത് നൽകേണ്ടത് ഓരോ കുടുംബത്തിനും ചെലവ് നൽകുന്ന കുടുംബനാഥനാണ്. ഓരോ കുടുംബത്തിന്റെയും നാഥൻ തന്റെ ചെലവിൽ കഴിയുന്ന എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങളുടെ എണ്ണം പരിഗണിച്ചിട്ടാണ് ഫിത്ർ സകാത്ത് കൊടുക്കേണ്ടത്. ഫിത്ർ സകാത്തിന്റെ വിശദമായിട്ടുള്ള മസലകളിലേക്ക് ഞാൻ ഈ സമയത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം വിഷയം ഒരുപാട് നീണ്ടുപോകും. ഒറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്, ഫിത്ർ സകാത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്നത് സകാത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾക്ക് പെരുന്നാൾ ദിനത്തിലും തുടർന്നുള്ള ദിവസങ്ങളിലും വയറ് നിറക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരം ലഭ്യമാക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അംഗീകരിച്ചു പോരുന്ന പിൻപറ്റി വരുന്ന
ശാഫിഈ കർമ്മശാസ്ത്രം പറയുന്നത് ഫിത്ർ സക്കാത്തായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഭക്ഷണ പദാർത്ഥമായിട്ടുള്ള അരിയാണ് എന്ന്. എന്തുകൊണ്ട് അരി തന്നെ നൽകണം? അരിയല്ലാത്ത മറ്റു വല്ല വസ്തുക്കളുമാണ് നമ്മൾ സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ള ആളുകൾക്ക് ഫിത്ർ സക്കാത്തിന്റെ രൂപത്തിൽ നൽകുന്നതെങ്കിൽ അന്നത്തെ ദിവസം അവർ പട്ടിണി കിടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്ലാം കാണുന്നു. അതായത് കടം കൊണ്ട് വലഞ്ഞൊരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ വീട്ടിലെ 10 ആളുകൾക്കുള്ള ഫിത്ർ സക്കാത്ത് വാങ്ങാൻ ആവശ്യമായ അരിയുടെ പണം നമ്മൾ കൊടുത്താൽ ആ സാധുവായ മനുഷ്യൻ ഒരുപക്ഷെ കിട്ടിയ പൈസ ഉപയോഗപ്പെടുത്തി കടം വീട്ടാൻ സാധ്യത. അങ്ങനെ കടം വീട്ടിയാൽ എന്താ, പെരുന്നാൾ ദിവസത്തിലും തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ ആ കുടുംബം ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ശാഫി മദ്ഹബ് വളരെ ഗണ്യതമായി പറയുന്നുണ്ട് ഫിത്ർ സക്കാത്തായിട്ട് നമ്മൾ അരി തന്നെ കൊടുക്കണം. എന്നാൽ ശാഫി മദ്ഹബ് മാത്രമല്ല, 4 മദ്ഹബ് ഉണ്ടല്ലോ, സ്വീകരിക്കപ്പെടുന്ന അംഗീകരിച്ചു പോരുന്ന 4 മദ്ഹബ് ഉണ്ട്. അതിലെ ഹനഫി മദ്ഹബ് അനുസരിച്ച് വേണമെങ്കിൽ, ഹനഫി മദ്ഹബിനെ പിൻപറ്റുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഈ ഭക്ഷ്യധാന്യത്തിന്റെ സ്ഥാനത്ത് പൈസ നൽകാവുന്നതാണ്. നിർബന്ധ ഘട്ടത്തിൽ, ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഹനഫി മദ്ഹബിനെ പിൻപറ്റി ആ കാര്യം നിർവഹിക്കാവുന്നതാണ്. പക്ഷേ കഴിവതും ശാഫി മദ്ഹബുകാരായ നമ്മൾ നിർവഹിക്കേണ്ടത് ഭക്ഷണ പദാർത്ഥമായിട്ടുള്ള അരി തന്നെ കൊടുക്കാനാണ് നമ്മൾ പരമാവധി ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഫിത്ർ സക്കാത്തിന്റെ മസ്അലകൾ കൂടുതൽ വിശദമായി ഞാൻ പറയുന്നില്ല. രണ്ടാമത്തെ സക്കാത്ത് സക്കാത്തുൽ മാല് അഥവാ സമ്പത്തിന്റെ സക്കാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായിട്ടാണ് നമുക്ക് സമ്പത്ത് നൽകിയിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും സമ്പന്നന്മാരായതിന്റെ പിന്നിൽ നമ്മുടെ ബുദ്ധിയോ സാമർഥ്യമോ തന്റെ ഇടമോ ഒന്നും പരിഗണിച്ചിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു ഒരു മനുഷ്യന് സമ്പത്ത് കൊടുത്താലും പരീക്ഷണാണ്, കഷ്ടപ്പാട് കൊടുത്താലും പരീക്ഷണം. സാധാരണഗതിയിൽ ആളുകൾ വിശ്വസിക്കുന്നത് എന്താ, സമ്പത്ത് ഇഷ്ടം പോലെ കിട്ടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട് എന്നൊരു ചിന്തയാണ് നമുക്ക് വരാറുള്ളത്. കഷ്ടപ്പാടും ദാരിദ്ര്യവും കിട്ടിയ ആളുകൾ ചിന്തിക്കുന്നത് എന്താ, ഞാനിവിടെ ജീവിക്കുന്നത്, ഈ സാധുവായ മനുഷ്യൻ ജീവിക്കുന്നത് പടച്ചോൻ എന്താ അറിയില്ലേ? സത്യത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു ഒരു മനുഷ്യന് സമ്പത്ത് കൊടുക്കുന്നതും വേറെ ഒരാൾക്ക് കഷ്ടപ്പാട് കൊടുക്കുന്നതും രണ്ടും ഒരുപോലെ പരീക്ഷണം. സമ്പത്ത് കിട്ടിയാൾക്ക് എന്താ പരീക്ഷണം? അള്ളാഹു അനുഗ്രഹമായിട്ട് നൽകിയ സമ്പത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ബാധ്യതകൾ കൃത്യമായി അവർ നിർവഹിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ബാധ്യത കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദാരിദ്ര്യമുള്ള ഒരാൾക്ക് ഒരുപക്ഷെ കഷ്ടപ്പാട് ഭൂമിയിൽ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ഈ സമ്പന്നനായ മനുഷ്യന് നാളെ ഖബറിലെത്തിയാലും പിന്നീട് പാരത്രിക ലോകത്ത് ചെല്ലുമ്പോഴൊക്കെയും പ്രയാസവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയിട്ട് അള്ളാഹുവിനെ നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രധാനമായിട്ടുള്ള 2 ഇബാദത്തുകൾ അതുമായി ബന്ധപ്പെടുത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതിലൊന്ന് സ്വതക്കയും മറ്റൊന്ന് സക്കാത്തുമാണ്. സ്വതക്ക എന്ന് പറഞ്ഞാൽ ഐച്ഛിക ദാന. നമ്മുടെ സമ്പത്തിൽ നിന്ന്, നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് മനസ്സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി എടുത്തിട്ട് സാധുക്കളായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുക, സ്വയഷ്ടപ്രകാരം കൊടുക്കുക. അതാണ് സ്വതക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് സുന്നത്താണ്. എന്നാൽ സുന്നത്തായിട്ടുള്ള സ്വതക്ക കൊടുക്കാൻ പറഞ്ഞാലും സമ്പത്തിനോട് വല്ലാതെ ആർത്തിയുള്ള ആളുകൾ കൊടുക്കാൻ തയ്യാറാവില്ല. അത്തരക്കാരായ ആളുകളിൽ നിന്ന് ബലമായിട്ട് പിടിച്ചെടുക്കാനുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സക്കാത്ത് എന്ന് പറയുന്നത്. മഹാന്മാരായിട്ടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മുസ്ലിം ഭരണാധികാരി നമ്മുടെ ഈ നാട്ടിലുണ്ടെങ്കിൽ സക്കാത്ത് ബാധകമാകുന്ന സമ്പത്ത് സൂക്ഷിച്ചു വെച്ച് അതിൽ നിന്ന് സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഫലമായി അവന്റെ സ്വത്തിൽ നിന്ന് സക്കാത്തിന്റെ വിഹിതം പിടിച്ചെടുത്ത് അവകാശികൾക്ക് കൊടുക്കാൻ മുസ്ലിം ഭരണാധികാരിക്ക് അധികാരമുണ്ട്. അപ്പൊ സക്കാത്ത് എന്ന് പറയപ്പെടുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ട ഈ ബാധ്യത നമുക്ക് വേണമെങ്കിൽ നിർവഹിച്ചാൽ മതി എന്ന ധാരണ നമ്മളൊക്കെ തിരുത്തണം.
ഒരു കാരണവശാലും സക്കാത്ത് എന്ന് പറയുന്ന നിർബന്ധ ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നമ്മൾ ആരും ശ്രമിക്കരുത്. വന്യരായ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ എത്ര കണിശത പുലർത്തുന്നുവോ അതുപോലെ കണിശത പുലർത്തേണ്ട വിഷയം തന്നെയാണ് സക്കാത്തും. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചുപോയാൽ പോലും പഴയകാലത്ത് സക്കാത്ത് കൊടുക്കാനുള്ള ആളാണെങ്കിൽ അവന്റെ അനന്തര സ്വത്ത് വീതം വെക്കുന്നതിന് മുമ്പ് ഈ സക്കാത്ത് അതിന്റെ അവകാശികൾക്ക് കൊടുത്തിരിക്കണം. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്, ഒരാൾ മരിച്ചാൽ ജനാസ പള്ളിയിൽ കൊണ്ടു വെക്കും. എന്നിട്ട് എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ കടബാധ്യതകളൊക്കെ മക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ സമ്പന്നനായിരിക്കാം ഇദ്ദേഹം, ഒരുപാട് സ്വത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും, അതിൽ പലതിനും സക്കാത്ത് ബാധകമായിട്ടുണ്ടാകും, പക്ഷെ ഒരിക്കൽ പോലും അത് കൊടുത്തിട്ടുണ്ടാകില്ല. അത്തരക്കാരായ ആളുകളുടെ കടബാധ്യത ഏറ്റെടുക്കുന്ന കൂട്ടത്തിൽ സക്കാത്തിന്റെ വിഹിതം കൂടി ആ മക്കൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സക്കാത്ത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ അവന്റെ കടബാധ്യതകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ബാധ്യത അള്ളാഹുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ് എന്നാണ്. നമ്മൾ മനുഷ്യർക്കിടയിൽ നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തും, അതിനേക്കാൾ ഗൗരവമാണ് സക്കാത്ത് എന്ന് പറയുന്ന അള്ളാഹുവുമായിട്ട് കൂടി ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യത. ആ ബാധ്യത നിർവഹിക്കാതെ നമ്മൾ മരിച്ചുപോയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശിക്ഷിക്കുമെന്നതിൽ നമ്മൾ ആരും സംശയിക്കേണ്ടതില്ല. അപ്പൊ സക്കാത്തുൽ മാൽ എന്ന് പറയുന്ന സ്വത്തുമായി ബന്ധപ്പെട്ട സക്കാത്ത് വളരെ പരിമിതമായിട്ടുള്ള വസ്തുക്കളിലാണ് ഈ സക്കാത്ത് ഉള്ളത്. നമ്മുടെ ഇടയിൽ സമ്പത്തിന്റെ സ്രോതസ്സുകളായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. എന്നാൽ ആ വസ്തുക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള 8 വസ്തുക്കളിലാണ് സമ്പത്തിന്റെ സക്കാത്ത് ഉള്ളത്. ഈ 8 വസ്തുക്കളിൽ മാത്രമേ സക്കാത്ത് എന്ന് പറയുന്ന സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർബന്ധ ബാധ്യത നമ്മൾ നിർവഹിക്കേണ്ടതുള്ളൂ. പിന്നെ സക്കാത്തിന് പുറമെ വേറെയും പല ബാധ്യതകളുമുണ്ട്, സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഏതൊക്കെയാണ് 8 വസ്തുക്കൾ? 8 വസ്തുക്കൾ. ഒന്ന് സ്വർണമാണ്. സക്കാത്ത് വരുന്ന 8 വസ്തുക്കളിൽ ഒന്നാമത്തേത് സ്വർണം, 2 വെള്ളി, മൂന്നാമത്തേത് ആട്, 4 മാട്. മാടെന്ന് പറഞ്ഞാൽ പശു, പോത്ത്, എരുമ, കാള തുടങ്ങിയ ജീവികൾ. 5-ാമത്തേത് ഒട്ടകം. പിന്നെ പഴങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യൻ കൃഷി ചെയ്യുന്ന പഴങ്ങളുടെ കൂട്ടത്തിൽ മുന്തിരിയും അതുപോലെ തന്നെ കാരക്കയും. പിന്നെ മുഖ്യ ആഹാരത്തിന് വേണ്ടി അവർ കൃഷി ചെയ്യുന്ന ഭക്ഷ്യധാന്യം. നമ്മുടെ നാടുകളിൽ ഇന്ന് ഭക്ഷ്യധാന്യമായി നമ്മൾ ഉപയോഗിക്കുന്നത് അരിയാണ്. അരി അല്ലെങ്കിൽ നെല്ല്, ഗോതമ്പ്, ബാർലി പോലെയുള്ള മുഖ്യ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യം. ഈ 8 വസ്തുക്കളിലാണ് സക്കാത്ത് നൽകാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് കൽപ്പിച്ചത് എന്നാണ്. ഇതല്ലാത്ത വസ്തുക്കളും അന്നത്തെ കാലത്ത് കൃഷി ചെയ്തിരുന്നു. ഇതല്ലാത്ത ജീവികളെയും അന്നത്തെ കാലത്ത് മനുഷ്യന്മാർ വളർത്തിയിരുന്നു. പക്ഷെ ഈ 8 അപ്പുറമുള്ള വസ്തുക്കളിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കാത്തത് കൊണ്ട് സക്കാത്ത് ഈ 8 പരിമിതമായി എന്ന് മഹാന്മാരായിട്ടുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ഈ 8 വസ്തുക്കൾ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞ ഭക്ഷ്യധാന്യം നമ്മൾ ഇന്ന് കൃഷി ചെയ്തുണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്ന ആളുകളുണ്ടെങ്കിൽ തന്നെ വളരെ പരിമിതമായിരിക്കും. ഭക്ഷ്യധാന്യമായ നെല്ല് കൃഷി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പൊതുവെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലൊന്നും അങ്ങനത്തെ ആളുകൾ ഇപ്പൊ കാണാറില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള കണക്ക് തൽക്കാലം ഞാൻ ഇവിടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് അവതരിപ്പിക്കുന്നില്ല. പിന്നുള്ളത് മുന്തിരിയും അതുപോലെ തന്നെ കാരക്കയുമാണ്. അതും നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നില്ല. പിന്നെ പറഞ്ഞത് ഒട്ടകമാണ്, നമ്മൾ വളർത്തുന്നില്ല. മാട് നമ്മൾ വളരെ പരിമിതമായിട്ടുള്ള എണ്ണങ്ങളെ വളർത്തുന്നുള്ളൂ. സക്കാത്ത് വരുന്ന അത്ര മാടിനെ നമ്മൾ വളർത്തുന്നില്ല. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളൊത്ത വളർത്തുമൃഗങ്ങൾ നമ്മളെടുത്തില്ല. ആടും അങ്ങനെ തന്നെ. അപ്പൊ 8 നമ്മൾ പറഞ്ഞെങ്കിലും ഇന്ന് നമ്മൾ പരിഗണിക്കേണ്ടത് ഒന്ന് സ്വർണവും മറ്റൊന്ന് വെള്ളിയുമാണ്. ഇവ രണ്ടുമല്ലാത്ത ബാക്കിയുള്ള വസ്തുക്കളിൽ ഒന്നും നമ്മളുമായി ഇന്ന് നേർക്ക് നേരെ സക്കാത്ത് ബന്ധപ്പെടുന്നില്ല എന്ന് ചുരുക്കം.
ഇനി സ്വർണവും അതുപോലെ തന്നെ വെള്ളിയിലും എപ്പോ സക്കാത്ത് കൊടുക്കണം? സ്വർണത്തിനും വെള്ളിയിലും സക്കാത്ത് കൊടുക്കണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 2 നിബന്ധനകളുണ്ട്. ആ 2 നിബന്ധനകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സ്വർണത്തിനും വെള്ളിയിലും സക്കാത്ത് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് ആ നിബന്ധന? ഒന്ന്, രണ്ടും മിനിമം അളവുണ്ടാകണം. ഒരു നിശ്ചിത അളവ് മിനിമം ഉണ്ടാകണം. സ്വർണത്തിന്റെ ഒരു അംശം ഒരാൾക്ക് കിട്ടുമ്പോഴേക്ക് അയാൾ സക്കാത്ത് കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. മിനിമം സ്വർണം എത്രയാണ്? 20 മിസ്കാൽ എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുക. അഥവാ നമ്മുടെ കണക്കിലേക്ക് വന്നാൽ 85 ഗ്രാം മുഴു സ്വർണം, കലർപ്പില്ലാത്ത 85 ഗ്രാം സ്വർണം മുഴുവനായും നമ്മളെടുത്തുണ്ടാകും. അപ്പൊ കലർപ്പുള്ള സ്വർണ്ണാണെങ്കിലോ കലർപ്പ് കിഴിച്ച് ബാക്കി വരുന്ന സ്വർണം തന്നെ 85 ഗ്രാം ഉണ്ടാകും. അപ്പൊ 85-ൽ കുറവാണെങ്കിൽ ആ സ്വർണത്തിൽ സക്കാത്ത് വരില്ല. ഇതാണ് സ്വർണത്തിന്റെ മിനിമം അളവ്, 85 ഗ്രാം. ഇനി വെള്ളിയാണെങ്കിലോ വെള്ളിയുടെ മിനിമം അളവ് 595 ഗ്രാമാണ്. 595 ഗ്രാം. പഴയ കണക്കനുസരിച്ച് പറയാ 20 ദീനാർ സ്വർണമുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം, 200 ദിർഹം വെള്ളി ഉണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കണം. അപ്പൊ വെള്ളിയും സ്വർണവും തമ്മിലുള്ള അന്തരമാണത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ കണക്കനുസരിച്ച് 85 ഗ്രാം മിനിമം സ്വർണം ഉണ്ടാകണം. വെള്ളിയാണെങ്കിൽ മിനിമം 595 ഗ്രാം വെള്ളി ഉണ്ടാകണം. അപ്പൊ 85 ഗ്രാമിൽ താഴെ സ്വർണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിലെ സക്കാത്ത് അദ്ദേഹത്തിന് ബാധകമാകില്ല. 595 ഗ്രാമിനേക്കാൾ താഴെ വെള്ളി സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചും അദ്ദേഹത്തിനും വെള്ളിയിലെ സക്കാത്ത് വരില്ല. അപ്പോ ഒന്നാമത്തെ നിബന്ധന സ്വർണമാണെങ്കിൽ മിനിമം 85 ഗ്രാം ഉണ്ടാകണം. വെള്ളിയാണെങ്കിൽ മിനിമം 595 ഗ്രാം ഉണ്ടാകണം. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. ഇനി ഇങ്ങനെ 85 ഗ്രാം സ്വർണം ഉണ്ടായാൽ ഉടൻ തന്നെ സക്കാത്ത് കൊടുക്കണോ? 595 ഗ്രാം വെള്ളി കിട്ടുമ്പോഴേക്ക് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. ഇത്രയും സ്വർണം അല്ലെങ്കിൽ ഇത്രയും വെള്ളി ഒരു ഹിജ്റ വർഷം മുഴുവനായി നമ്മൾ നമ്മുടെ കൈവശം സൂക്ഷിച്ചിരിക്കണം. നമ്മുടെ ഉടമസ്ഥതയിൽ ഇത്രയും സ്വർണം അല്ലെങ്കിൽ ഈ കണക്ക് വെള്ളി നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു വർഷം ഉണ്ടായിരിക്കണം. അപ്പൊ 85 ഗ്രാം സ്വർണം നമ്മൾ കൈവശപ്പെടുത്തി ഹിജ്റ കലണ്ടർ അനുസരിച്ച് നമ്മൾ ഒരു വർഷം മുഴുവനായി അത് സൂക്ഷിക്കുമ്പോഴാണ് ഈ സ്വർണത്തിൽ സക്കാത്ത് ബാധകമാകുന്നത്. അതുപോലെ തന്നെ 595 ഗ്രാം വെള്ളി നമ്മൾ കൈവശപ്പെടുത്തി ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു വർഷം മുഴുവനായും നമ്മൾ സൂക്ഷിക്കുമ്പോഴാണ് അതിലും സക്കാത്ത് വരുന്നത്. കൊടുക്കേണ്ടത് എത്രയാണ്? വെള്ളിയാണെങ്കിലും സ്വർണമാണെങ്കിലും സൂക്ഷിച്ചതിന്റെ 2.5% വർഷം തികയുമ്പോൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. 85 ഗ്രാം സൂക്ഷിച്ചാൽ അതിന്റെ 2.5%. അതിന്റെ മുകളിൽ എത്ര സൂക്ഷിച്ചാലും 500 ഗ്രാമാണ് ഒരാൾ സൂക്ഷിച്ചത് സ്വർണം എങ്കിൽ 500 ഗ്രാം സ്വർണത്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 1000 ഗ്രാം അഥവാ 1 കിലോ സ്വർണമാണ് വെള്ളിയാണ് ഒരു മനുഷ്യൻ സൂക്ഷിച്ചതെങ്കിൽ 1000 ഗ്രാമിന്റെ അഥവാ 1 കിലോ വെള്ളിയുടെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ മിനിമം അളവാണ് സ്വർണമാണെങ്കിൽ 85, വെള്ളിയാണെങ്കിൽ 595. ഇതിന്റെ മുകളിൽ എത്ര സൂക്ഷിച്ചാലും വർഷം പൂർത്തിയായാൽ സൂക്ഷിച്ചതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. അപ്പൊ ഇതാണ് സ്വർണത്തിന്റെയും വെള്ളിന്റെയും കണക്ക്. ഇനി ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, നമ്മളിപ്പോ ഈ പറഞ്ഞത് വെള്ളി സ്വർണ്ണ ആഭരണങ്ങളെ കുറിച്ചാണോ? ഞാനിവിടെ പറയുന്ന മസ്അലകളൊക്കെയും ശാഫിഈ മദ്ഹബ് അനുസരിച്ചുള്ള മസ്അലകളാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിന്റെയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനത്തിന്റെയും മഹാന്മാരായിട്ടുള്ള സഹാബത്തിന്റെ ഫത്വകളുടെയും വെളിച്ചത്തിൽ അദ്ദേഹം ഗവേഷണം നടത്തി സമൂഹത്തിന് സമർപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ മദ്ഹബ്. ആ മദ്ഹബിൽ പറയുന്നതനുസരിച്ചാണ് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സ്വർണം, ഞാൻ ഈ പറഞ്ഞ വെള്ളി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഭരണമല്ലാത്ത സ്വർണവും വെള്ളിയാണ്.
ആഭരണമില്ലാത്ത സ്വർണ്ണം വെള്ളി എങ്ങനെ? സ്വർണത്തിന്റെ കോയിന് നമ്മൾ സൂക്ഷിക്കും, സ്വർണത്തിന്റെ കട്ടി സൂക്ഷിക്കും, വെള്ളിയുടെ കോല് സൂക്ഷിക്കും. ഇങ്ങനെ സ്വർണം അതുപോലെ തന്നെ വെള്ളി, ഈ വസ്തുക്കളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. എന്നാൽ സ്വർണത്തിന്റെ ആഭരണം, വെള്ളി ആഭരണം, അതിലെ സക്കാത്തോ? സ്വർണത്തിന്റെയും വെള്ളിയുടെയും ആഭരണത്തെക്കുറിച്ച് ശാഫിഈ മദ്ഹബ് പറയുന്നത് എന്താ? ഹലാലായ ആഭരണമാണോ അതിൽ സക്കാത്ത് കൊടുക്കണ്ടെന്നാണ്. ഹലാലായ ആഭരണമാണോ സക്കാത്ത് കൊടുക്കണ്ട? മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈവശം ആഭരണമുണ്ടായിരുന്നു. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സക്കാത്ത് കൊടുക്കാൻ പറയുകയോ അവർ കൊടുക്കുകയോ ചെയ്തതായി രേഖയില്ല. അതുകൊണ്ട് സക്കാത്ത് കൊടുക്കണ്ട ഹലാലായ ആഭരണത്തിൽ എന്നതാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വീക്ഷണം. എന്നാൽ ഹനഫി മദ്ഹബിൽ സ്വർണത്തിൽ സക്കാത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ആഭരണമല്ലാത്തത് എന്ന വ്യത്യാസമില്ല എന്നാ. സ്വർണമാണോ 85 ഗ്രാമോ അതിൽ കൂടുതലുണ്ടോ സക്കാത്ത് കൊടുത്തിരിക്കണം. ആഭരണമാണെങ്കിലും കൊടുക്കണം, ആഭരണം അല്ലെങ്കിലും കൊടുക്കണം എന്നതാണ് ഹനഫി മദ്ഹബ്. ശാഫിഈ മദ്ഹബ് പ്രകാരം ആഭരണങ്ങളെ 3 രൂപത്തിലാണ് കാണുന്നത്. ഒന്ന് ഹലാലായ ആഭരണം, 2 കറാഹത്തുള്ള ആഭരണം, 3 ഹറാമായ ആഭരണം. ഇതിലെ ഹലാലായ ആഭരണത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. കറാഹത്തുള്ള ആഭരണത്തിലും സക്കാത്ത് കൊടുക്കണം, ഹറാമുള്ള ആഭരണത്തിലും സക്കാത്ത് കൊടുക്കണം. ഹലാലായ ആഭരണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ സ്വർണ്ണാഭരണം സ്ത്രീകൾക്ക് മാത്രമേ ധരിക്കാവൂ. പുരുഷന്മാർക്ക് സ്വർണ്ണാഭരണം ധരിക്കാനേ പാടില്ല. വെള്ളിയാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ വെള്ളിയുടെ മോതിരം ആകാം, അതിനപ്പുറമുള്ള വെള്ളി ആഭരണവും പുരുഷന് ധരിക്കാൻ പാടില്ല. അപ്പൊ ഹലാലായ ആഭരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുന്ന ആഭരണം. സ്ത്രീകൾക്ക് എപ്പോഴും ആഭരണം ധരിക്കാൻ പറ്റുക? മിതമായ അളവിൽ, ഒരു സ്ത്രീക്ക് ഭംഗി കിട്ടാൻ ആവശ്യമായിട്ടുള്ള അളവിൽ സ്വർണം ഉപയോഗിച്ചുണ്ടാക്കിയ ആഭരണം അത് ഹലാലായ ആഭരണം. അത് ശരീരത്തിലെ ഏതൊക്കെ അവയവങ്ങളിൽ നമ്മൾ ആഭരണങ്ങൾ ധരിക്കാറുണ്ട്, ആ ആഭരണങ്ങൾ ഒക്കെ ആകാം, അതൊക്കെ അനുവദനീയ. പക്ഷെ അതൊക്കെ മിതമായ അളവ് സ്വർണം ഉപയോഗിച്ചുണ്ടാക്കിയതായിരിക്കണം. മിതവും അതുപോലെ തന്നെ അമിതവും പരിഗണിക്കൽ എങ്ങനെ? ഈ ആഭരണം കണ്ടാൽ ഈ പെണ്ണിന് ഭംഗിയാണോ കിട്ടുന്നത് എങ്കിൽ അത് മിതമാണ്. ഈ ആഭരണം അമിതമായ സ്വർണം ഉപയോഗിച്ചുണ്ടാക്കി അത് ശരീരത്തിൽ ധരിച്ചാൽ അലങ്കോലമാണ് തോന്നുന്നതെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള അനുവദനീയമല്ലാത്ത ആഭരണമാണ്. ഇതാണ് ശാഫിഈ മദ്ഹബ് ഭംഗിക്കും അഭംഗിക്കുമുള്ള മാനദണ്ഡമായി കൊടുത്തിട്ടുണ്ട്. അവർ ഉദാഹരണം പറയുന്നത്, ഒരു സ്ത്രീ അവളുടെ കാലിൽ അവൾക്ക് പാദസരം ധരിക്കാം, അനുവദനീയ. പക്ഷെ അവൾ കാലിൽ ധരിച്ച പാദസരം 100 പവനിൽ അധികമുണ്ടെങ്കിൽ, കിതാബിൽ പറഞ്ഞ കൃത്യം കണക്ക് 106 പവൻ, അഥവാ 200 ദീനാർ എന്നാ പറഞ്ഞിട്ടുണ്ട്. 106 പവൻ ഉപയോഗിച്ച് ഒരു പാദസരം മാത്രം ഉണ്ടാക്കിയാൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കാലിൽ ധരിക്കുന്ന ആ പാദസരം കൊണ്ട് ഭംഗിയല്ല ഉണ്ടാകുക. കാലിൽ ചെറിയ ഒരു ചങ്ങലൊക്കെ ചുറ്റിയതുപോലെ തോന്നും, അത് അഭംഗിയാണ്. നേരെ മറിച്ച് 100 പവന്റെ സ്വർണം ഉപയോഗപ്പെടുത്തി ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും ചെറിയ ചെറിയ അളവിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ അത് കാണുമ്പോൾ ഭംഗിയുണ്ടാകും. അപ്പൊ 100 പവൻ ഉപയോഗിച്ച് ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും ചെറിയ ചെറിയ ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് കുഴപ്പമില്ല, അത് അനുവദനീയ. നേരെ മറിച്ച് ഇത്രയും സ്വർണം ഉപയോഗിച്ച് ഒരൊറ്റ വളയോ അതല്ലെങ്കിൽ ഒരൊറ്റ കമ്മലോ ഒരൊറ്റ പാദസരോ ഒക്കെ ഉണ്ടാക്കിയാൽ അത് കണ്ടാൽ തന്നെ ആ പെണ്ണിനൊരിക്കലും ഭംഗി കിട്ടുന്നതല്ല. അതുകൊണ്ട് അതിൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ അനുവദനീയമായതെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന് അത് ധരിച്ചാൽ ഭംഗിയാണ് കിട്ടുന്നത് എങ്കിൽ അത് അനുവദനീയാണ്, അതിൽ സക്കാത്തില്ല. കുറച്ച് അഭംഗി ഉണ്ടെങ്കിൽ അത് കറാഹത്തുള്ള ആഭരണമാണ്. കുറച്ച് അഭംഗി ഉണ്ടെങ്കിൽ അത് കറാഹത്തുള്ള ആഭരണ, സക്കാത്ത് കൊടുക്കണം. നല്ല അഭംഗി ഉണ്ടെങ്കിൽ അത് ഹറാമുള്ള ആഭരണമാണ്, എന്തായാലും സക്കാത്ത് കൊടുക്കണം. ഇതാണ് ഈ വിഷയത്തിൽ ശാഫിഈ മദ്ഹബിന്റെ കാഴ്ചപ്പാട്.
ഇനി ഹറാമുള്ള വേറൊരു ആഭരണമാണ് ഒരു പുരുഷന് ധരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച ആഭരണമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷൻ ധരിച്ചു കൊണ്ടിരിക്കുന്ന ആഭരണമാണെങ്കിൽ അത് ഹറാമാണ്. പുരുഷൻ സ്വർണ്ണാഭരണം തീരെ ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 85 ഗ്രാമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ആ പുരുഷനും സക്കാത്ത് കൊടുക്കണം. ഇനി വേറെയും ഒരുപാട് മസാലകൾ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ ഷാഫി മദ്ഹബിന്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ഹലാലായ ഒരു സ്ത്രീക്ക് ധരിക്കാൻ പറ്റുന്ന അളവിലുണ്ടാക്കിയ ആഭരണം, ആ ആഭരണത്തിന് അവൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി അപ്പൊ സ്വർണം പറഞ്ഞു, വെള്ളി പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ആഭരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആകെ പറഞ്ഞ 8 വസ്തുക്കളിലാണ് സക്കാത്ത് എന്ന്. അതിലെ സ്വർണവും വെള്ളിയുമാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി സ്വർണത്തിനും വെള്ളിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലത്ത് 2 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. 2 സ്വഭാവങ്ങൾ. 2 സ്വഭാവങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ വസ്തുക്കൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ സ്വർണത്തിന്റെ കട്ടിയും കോയിനും സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം. 2 വസ്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് നാണയമായി ഉപയോഗിക്കുന്ന രീതി. അത് സ്വർണത്തിനുണ്ടായിരുന്നു. അതാണ് ശരിക്ക് ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ കറൻസി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിർഹം എന്ന് പറഞ്ഞാൽ വെള്ളിയുടെ കറൻസി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കാലങ്ങൾക്ക് ശേഷം സ്വർണവും അതുപോലെ തന്നെ വെള്ളിയും കറൻസി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംവിധാനം പിൽക്കാലത്ത് ലോകത്ത് നിന്ന് എടുത്തുപോയി. ഇന്ന് നമ്മൾ കുവൈത്തിന്റെ ദീനാർ എന്ന് പറഞ്ഞാലും പോയി നോക്കുമ്പോൾ കിട്ടുന്നത് സ്വർണത്തിന്റെ ദീനാറല്ല, കടലാസ് ദീനാറാ കിട്ടുക. അതുപോലെ തന്നെ UAE ദിർഹം എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ വെള്ളി നാണയല്ല കിട്ടുക, കടലാസ് പണ കിട്ടുക. അപ്പൊ ഈ കടലാസ് പണം ലോകത്തിൽ പ്രചാരം നേടിയതിന്റെ ശേഷം ജീവിച്ച മഹാഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും പറയുന്നത് ഇവ രണ്ടും പഴയ കാലത്ത് സ്വർണത്തിന്റെ കറൻസിയും വെള്ളിയുടെ കറൻസിയും ഉള്ള സ്ഥാനത്താണ് ഇന്ന് കടലാസിന്റെ ഈ പറഞ്ഞ നാണയങ്ങൾ നിലനിൽക്കുന്നത്. അന്നത്തെ കാലത്ത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കറൻസി കൊടുത്ത് എന്തൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയിരുന്നോ അതെല്ലാം വാങ്ങാൻ ഇന്ന് നമ്മൾ പേപ്പർ നോട്ടുകളാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വസ്തുക്കളുടെ വിലയായി ഗണിക്കപ്പെടുക എന്ന അവസ്ഥ കറൻസി നോട്ടിന് കിട്ടിയത് കൊണ്ട് കറൻസി നോട്ടിൽ സക്കാത്ത് കൊടുക്കണമെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കറൻസിയിലും നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ സ്വർണത്തിൽ 2 നിബന്ധന നമ്മൾ പറഞ്ഞത്, 85 ഉണ്ടാവണം, 1 വർഷം സൂക്ഷിക്കണം. വെള്ളിയിലും 2 നിബന്ധനയാണ് പറഞ്ഞത്, 595 ഉണ്ടാകണം, 1 കൊല്ലം സൂക്ഷിക്കണം. അതേ അവസ്ഥയിൽ കറൻസി നോട്ടിലും 2 നിബന്ധനയുണ്ടാകും. എന്താ 2 നിബന്ധന? ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം അളവ് കറൻസി നമ്മുടെ കൈവശം ഉണ്ടാകണം. 2 ഇത് കൈവശപ്പെടുത്തിയതിന്റെ ശേഷം ഹിജറ കലണ്ടർ പ്രകാരം 1 വർഷം പൂർത്തിയാകും. അപ്പൊ എത്രയാ കറൻസിയുടെ മിനിമം അളവ്? കറൻസിയുടെ മിനിമം അളവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര കറൻസി കൊടുത്താലാണ് വെള്ളിയുടെ മിനിമം അളവായ 595 നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റുക. അതാണ് കറൻസിയുടെ മിനിമം അളവ്. അപ്പൊ 595 ഗ്രാം വെള്ളി വാങ്ങണമെങ്കിൽ എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം? നിലവിലെ കണക്കനുസരിച്ച് 20,000 രൂപ കൊടുത്താൽ 595 ഗ്രാം വെള്ളി നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റും. അപ്പൊ പണ്ഡിതന്മാര് പറയുന്നത് 595 ഗ്രാം വെള്ളിയുടെ വിലയാണ് കറൻസി നോട്ടിലെ മിനിമം അളവ്. 20,000 രൂപ ഉണ്ടാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന 20,000 ഉണ്ടായതിന്റെ ശേഷം ഹിജ്റ കലണ്ടർ പ്രകാരം 1 വർഷം പൂർത്തിയാവുക. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ കൈവശം 20,000 അതിന്റെ മുകളിലോ സംഖ്യ 1 വർഷമായിട്ട് ഇരിപ്പുണ്ടോ? 1 വർഷമായിട്ട് നമ്മൾ 20,000 സൂക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ മുകളിൽ സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്നതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. പിന്നെ പണം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൂക്ഷിക്കുക എന്ന് മാത്രമല്ല ഇതിനർത്ഥം. വീട്ടിൽ സൂക്ഷിക്കാം, ബാങ്കിൽ സൂക്ഷിക്കാം, അതല്ലെങ്കിൽ കടം കൊടുത്ത് വേറെ ഒരാളുടെ കൈവശം കടം കൊടുത്താലും മതി. നമ്മുടെ ഉടമസ്ഥതയിൽ നിന്ന് പോകാതെ 20,000 അതിന്റെ മുകളിലോ സംഖ്യ
1 വർഷം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഉടമസ്ഥതയിലുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥം അതിന്. പണ്ഡിതന്മാർ പറയുന്നത് നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന പണം കവർച്ച ചെയ്യപ്പെട്ടു, അതും നമ്മുടെ ഉടമസ്ഥയിലുള്ള പൈസയായിട്ടാ കൂട്ടുന്നത്. കിട്ടിയതിന്റെ ശേഷം സക്കാത്ത് കൊടുക്കണം. നമ്മുടേതാക്ക് കടം കൊടുത്തു, കടം കൊടുത്താൽ അയാൾ അത് നമുക്ക് തിരിച്ചു തരും. അഥവാ നമ്മുടെ ഉടമസ്ഥതയിൽ നിന്ന് അത്രയും സംഖ്യ ഒരിക്കലും പോയിട്ടില്ല. അപ്പൊ വർഷം കഴിഞ്ഞാൽ അതിലും സക്കാത്ത്. പിന്നെ അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ പണം സൂക്ഷിച്ചു, ഭൂമിയിൽ കുഴിച്ചിട്ടു. എവിടെയാണ് കുഴിച്ചിട്ടെന്ന് കൃത്യമായി അറിയില്ല. പഴയ കാലത്തിലെ ആളുകളൊക്കെ അങ്ങനെയായിരുന്നു പണം സൂക്ഷിച്ചിരുന്നതെന്ന്. അറബി സാഹിത്യത്തിൽ ഒരു വിഡ്ഢിയെ കുറിച്ച് പറയാം. അയാള് മേഘം നോക്കിയിട്ടാണ്, മേഘ അടയാളം വെച്ചിട്ടാണ് ഭൂമി കുഴിച്ചിട്ട് പൈസ സൂക്ഷിച്ചത്. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ മേഘം പോയി. കുഴിച്ചിട്ട സ്ഥലം അറിയോ? അറിയില്ലല്ലോ. ഇങ്ങനെ പണം ഭൂമിയിൽ കുഴിച്ചിട്ടു, സ്ഥലം ഏതാന്ന് അറിയില്ല. എന്നാലും ശരി, ആ പണത്തിലും സക്കാത്ത് വരും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പൈസയില്ല സക്കാത്ത് കൊല്ലം തികയുമ്പോഴേക്ക് നമ്മൾ കൊടുക്കേണ്ട, കിട്ടിയതിന്റെ ശേഷം കൊടുത്താൽ മതി. കാരണം എന്താ, ചിലപ്പോൾ തീരെ കിട്ടാതെ പോകും. അപ്പൊ ആ പൈസയും പോയി, സക്കാത്തായി കൊടുത്തതും പോയി. അപ്പൊ വേറെ ആളുകളുടെ കൈവശം നമ്മുടെ പണം ഉണ്ടാവുകയും അത് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്ന അവ്യക്തത ഉണ്ടാവുകയും ചെയ്താൽ കിട്ടിയതിന്റെ ശേഷം കൊടുക്കണം എന്നാണ്. അപ്പൊ നമ്മളൊരാൾക്ക് കടം കൊടുത്തു, 10 വർഷം മുമ്പ് കൊടുത്തതാണ്, എപ്പ ചോദിച്ചാലും കിട്ടണില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയാൽ ഈ 10 വർഷത്തെയും സക്കാത്ത് ഒന്നിച്ച് നമ്മൾ കൊടുക്കണം എന്നാണ്. 1 ലക്ഷം റുപ്യാണെങ്കിൽ 1-ാമത്തെ വർഷത്തേക്ക് നമ്മൾ 2500 രൂപ സക്കാത്ത്. അപ്പൊ നമ്മുടെ 1,97,500 ആയി. കാരണം 2500 സക്കാത്തായിട്ട് പോവാ. അടുത്ത വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? 97,500-ൽ നിന്ന് 2.5%, 2-ാമത്തെ വർഷത്തെ സക്കാത്ത്. പിന്നെ അതും കൂടി അന്നത്തെ 2-ാമത്തെ വർഷത്തെ സക്കാത്തിന്റെ വീതം കിഴിച്ചിട്ടുള്ള സംഖ്യയാണ് 3-ാമത്തെ വർഷം നമ്മുടെ ഉടമസ്ഥയിൽ ഉണ്ടാവുക, അതിന്റെ 2.5%. അങ്ങനെ 10 വർഷത്തെ സക്കാത്ത് ഒന്നിച്ച് നമ്മൾ കിട്ടിയതിന്റെ ശേഷം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, സക്കാത്ത് ബാധകമാകുന്ന സംഖ്യ നമ്മുടെ ഉടമസ്ഥതയിൽ വന്നാൽ വർഷം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് വരും. ആ പണം നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും വരും, വേറെ ആരുടെയെങ്കിലും കൈവശമാണെങ്കിലും വരും. അതിന്റെ സക്കാത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകണമെങ്കിൽ, കവർ ചെയ്യപ്പെട്ട പൈസ എനിക്കിനി വേണ്ട, നഷ്ടപ്പെട്ടു പോയ പൈസ എനിക്കിനി വേണ്ട എന്ന് തീരുമാനിച്ചാലല്ലാതെ അതിന്റെ സക്കാത്തിൽ നിന്ന് നമ്മൾ ഒഴിവാവില്ല. അപ്പൊ ബാങ്കിൽ പണം സൂക്ഷിക്കുന്നവര്, അതുപോലെ തന്നെ ചില ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വാടകയ്ക്കെടുത്തപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് പണം കൊടുത്തിട്ടുണ്ടാകും, സക്കാത്ത് വരും. ഇങ്ങനെ നമ്മുടെ ഉടമസ്ഥയിൽ നിന്ന് പോകാത്ത 20,000-ഓ അതിന്റെ മുകളിലോ സംഖ്യയുണ്ടോ, വർഷം തികയുമ്പോൾ നമ്മൾ അതിൽ സക്കാത്ത് കൊടുക്കണം. ഇനി സക്കാത്ത് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തു, കച്ചവടച്ചരക്ക്. അപ്പൊ നമ്മൾ നേരത്തെ 8 എണ്ണം പറഞ്ഞിട്ട് 6 ഒഴിവാക്കി. പിന്നെ നമ്മൾ ആകെ സ്വർണവും വെള്ളിയാണ് നിലനിർത്തിയത്. പക്ഷെ ഈ സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിശാലാർത്ഥത്തിൽ വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കറൻസി നോട്ടും അതുപോലെ തന്നെ കച്ചവടച്ചരക്ക്. കച്ചവടച്ചരക്കിലും നമ്മൾ സക്കാത്ത് കൊടുക്കണം. കച്ചവടച്ചരക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, കച്ചവടം ഉദ്ദേശിച്ച് ഇടപാടിലൂടെ നമ്മൾ കൈവശപ്പെടുത്തിയ ചരക്ക് എന്നാണ്. എനിക്ക് കച്ചവടം ചെയ്യാനാണ് എന്ന് ഉദ്ദേശിച്ച് ഇടപാടിലൂടെ നമ്മൾ കൈവശപ്പെടുത്തിയ ചരക്കാണ് കച്ചവടച്ചരക്ക്. അപ്പൊ നമുക്ക് പരമ്പരാഗതമായി കിട്ടിയ ഒരു ഭൂമി, ആ ഭൂമി വിൽക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആ ഭൂമിയുടെ മുന്നിൽ റോഡിലേക്ക് അഭിമുഖമായി നമ്മൾ എഴുതി വെച്ചു വിൽക്കാനുള്ളത്. അപ്പൊ ആ ഭൂമി വിൽക്കാനുള്ളതാ. അങ്ങനെ വിൽക്കാനാണ് തീരുമാനിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. ആ ഭൂമിക്ക് സക്കാത്ത് കൊടുക്കണോ? വേണ്ട. എന്തുകൊണ്ട്? ആ ഭൂമി കച്ചവടം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഇടപാടിലൂടെ കൈവശപ്പെടുത്തിയതല്ല, അത് നമുക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ്. നേരെ മറിച്ച് വേറൊരു ഭൂമി വിൽക്കാനുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അന്വേഷിച്ച് തേടിപ്പിടിച്ചു, വിലയൊക്കെ പറഞ്ഞു, നമ്മൾ ആ ഭൂമി വാങ്ങി. വാങ്ങുന്നത് എന്തിനാ? കൂടുതൽ വില വരുമ്പോ മറിച്ച് വിൽക്കാനാണ് എന്ന് കരുതിയിട്ട് നമ്മളൊരു ഭൂമി വാങ്ങിയാൽ വർഷം തികയുമ്പോൾ ആ ഭൂമിയുടെ പേരിലും നമ്മൾ സക്കാത്ത് കൊടുക്കണം.
ആ ഭൂമി കച്ചവടക്കാർ നമ്മുടെ ഇടയിലുണ്ടാവും, പലചരക്ക് കച്ചവടക്കാരുണ്ടാവും. പോട്ടെ, സ്കൂളിന്റെ ഒക്കെ മുന്നിൽ ചെറിയ പെട്ടിക്കട വെച്ച് മിഠായി വിൽക്കുന്ന ആളുകളുണ്ടാവും. ഏത് കച്ചവടമാണെങ്കിലും ചരക്ക് കച്ചവടം ഉദ്ദേശിച്ച് വാങ്ങിയതാണോ, കൊല്ലം തികയുമ്പോ ആ ചരക്കിൽ സക്കാത്ത് വരുന്നുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം പരിശോധിക്കണം. എന്താണ്, എപ്പോഴാണ് കച്ചവട ചരക്കിൽ സക്കാത്ത് കൊടുക്കുക? കച്ചവടം തുടങ്ങിയിട്ട് കൊല്ലം തികയുന്ന ഡേറ്റിന് ആ കച്ചവട സ്ഥാപനത്തിൽ വിൽപ്പന ചരക്കായിട്ട് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും നമ്മൾ വിലക്കെട്ടണം, അഥവാ സ്റ്റോക്ക് എടുക്കുക. ഒരു പലചരക്ക് കടയാണെങ്കിൽ അവിടെ വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ചരക്കുകൾ എത്ര തുകക്കുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20,000 രൂപക്കുള്ള ചരക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 20,000-ന് മുകളിൽ എത്ര സംഖ്യക്കുള്ള ചരക്കുണ്ടെങ്കിലും ഉള്ള സംഖ്യയുടെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കണം. അപ്പൊ വില കെട്ടി നോക്കുമ്പോൾ 1 ലക്ഷത്തിനുള്ള ചരക്ക് നമ്മുടെ കടയിലുണ്ട്. എന്നാൽ 1 ലക്ഷത്തിന്റെ 2.5% അഥവാ 2,500 രൂപ നമ്മൾ രൂപയായിട്ട് സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിന്റെ സക്കാത്ത്. കച്ചവടക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കച്ചവട ചരക്കിലെ സക്കാത്ത് നമ്മൾ വില കെട്ടി നോക്കുമ്പോൾ 3 വസ്തുക്കൾ വില കെട്ടണം എന്നാണ്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ ആ കടയിലെ വിൽപ്പന വസ്തുക്കൾ. നമുക്ക് ഇരിക്കാനുള്ള ഒരു കസേരണ്ട്, ഒരു മേശണ്ട്, അതിൻ്റെ ഒന്നും വില നോക്കണ്ട. വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച ചരക്കുകളാണ് നമ്മൾ വില കെട്ടേണ്ടത്. ചരക്ക് വില കെട്ടണം. അത് മാത്രം പോരാ, ഈ കച്ചവടത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ലാഭവിഹിതം ഈ കച്ചവടത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ച് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ കൂടി ഈ വിലയുടെ കൂടെ കൂട്ടണം. ചില ആളുകൾ കച്ചവടത്തിന് കിട്ടുന്ന ലാഭവിഹിതം വീട്ടിൽ കൊണ്ടുപോയി ചെലവാക്കും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് അവിടെ ഇടും. അങ്ങനൊക്കെ ആയാൽ പിന്നെ ആ പൈസ തീക്ക് കൊണ്ടുവരണ്ട. പിന്നെ അത് വേറെ സക്കാത്ത് കൊടുക്കണം. 20,000 മുകളിലുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് വേറെ കൊടുക്കണം. നേരെ മറിച്ച് ഈ കച്ചവടത്തിന് തന്നെ ഇനിയും ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തിൽ ഇവിടെ ഉണ്ടെങ്കിൽ ചരക്കിന്റെ വിലയുടെ കൂടെ ഈ സംഖ്യയും. അതുപോലെ തന്നെ ചില കടകളിൽ നിന്നൊക്കെ കടത്തിന് നമ്മൾ സാധനങ്ങൾ ചെലവാക്കും, വിൽക്കും, കടമായിട്ട് സാധനം കൊടുക്കും. ആ കടം ഇനത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ടാകും. ആ കിട്ടാനുള്ള സംഖ്യയും ഈ പറഞ്ഞ ചരക്കിന്റെ വിലയുടെ കൂടെ. അവർ ഉദാഹരണം പറയാം, ഒരു കട വില കെട്ടി നോക്കുമ്പോൾ 10,000 രൂപയ്ക്കുള്ള ചരക്കുണ്ട്, 10,000 കൂട്ടണം. അതിന്റെ കൂടെ കൂട്ടണം എന്ത്? ഈ ഒരു വർഷത്തിനിടയിൽ കച്ചവടം ചെയ്തിട്ട് കിട്ടിയ കുറച്ച് പൈസ ഇനിയും ഈ കച്ചവടത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം എന്ന് ഉദ്ദേശിച്ച് വെച്ചൊരു 5,000 ഉണ്ട് എന്ന് സങ്കല്പിക്കുക. എങ്കിൽ 10,000-ന്റെ കൂടെ ആ 5,000 കൂട്ടണം. അപ്പൊ 15,000 ആയി. പിന്നെ പല ആളുകളും കടമായിട്ട് സാധനം വാങ്ങിപ്പോയിട്ട് അങ്ങനെ ആ ഇനത്തിൽ നമുക്കൊരു 5,000 കിട്ടാനുണ്ടെങ്കിൽ അതുകൂടി കൂട്ടിയാൽ 20,000 രൂപ തികഞ്ഞു. 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നീണ്ട ചർച്ചകളുണ്ട്. വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ അടുത്തുള്ളത്, അതുകൊണ്ട് ഞാൻ പരത്തി പറയുന്നില്ല. ഞാൻ ആകെ സൂചിപ്പിച്ചത് സ്വർണത്തിൽ സക്കാത്ത് കൊടുക്കണം, വെള്ളിയിൽ സക്കാത്ത് കൊടുക്കണം, അതുപോലെ തന്നെ കറൻസിയിൽ സക്കാത്ത് വരും, കച്ചവട ചരക്കിലും സക്കാത്ത് വരും. ഇനി നമ്മൾ ആലോചിക്കുക, സക്കാത്ത് ബാധകമാകുന്ന 85 ഗ്രാം സ്വർണത്തിന്റെ കോയിന് ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ സ്വർണത്തിന്റെ ഒരു മാലയാണ് സൂക്ഷിക്കുന്നത്, പക്ഷെ അത് സൂക്ഷിപ്പായിട്ടാണ് എടുത്തു വെക്കുന്നത്. സഹോദരിമാർ ചിലപ്പോൾ ആഭരണം ധരിക്കും, ചിലപ്പോൾ ധരിക്കൂല. അതൊക്കെ നീണ്ട മസലയാണ്. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ സ്വർണത്തിന്റെ 10.5 പവനുള്ള ഒരു മാല സൂക്ഷിക്കുന്നുണ്ട്. അവൾ അത് സൂക്ഷിക്കുന്നത് ഒരു നിക്ഷേപം എന്ന രൂപത്തിലാണ്. ഏതുപോലെ നമ്മൾ സ്വർണത്തിന്റെ കോയിന് സൂക്ഷിക്കുന്നത് പോലെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, സ്വർണത്തിന് വില കുറവുള്ള സമയത്ത് ഒരാള് ജ്വല്ലറി പോയത് എന്തിനാ? സ്വർണത്തിന്റെ കുറച്ച് കോയിന് വാങ്ങി വെക്കാം, വില കൂടുമ്പോ വിൽക്കാലോ എന്നാ. പോയി നോക്കുമ്പോ എന്താ, ജ്വല്ലറിയുള്ള കോയിനൊക്കെ ഇതുപോലെ പല ആളുകളും വന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ അവിടെ സ്വർണത്തിന്റെ കോയിൻ ഇല്ല. അപ്പൊ ഈ ജ്വല്ലറിക്കാരൻ പറഞ്ഞു, എന്തിനാ ഇപ്പൊ കോയിന് സൂക്ഷിക്കണത്? നിങ്ങളൊരു 10-15 പവന്റെ ഒരു മാല വാങ്ങിക്കൊണ്ടേ സൂക്ഷിച്ചു. അപ്പൊ ഈ മനുഷ്യൻ ഒരു 15 പവൻ തൂക്കം വരുന്ന ഒരു സ്വർണത്തിന്റെ മാല വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടയച്ചു. സംഗതി ആഭരണമാണ്, പക്ഷേ
ഈ മനുഷ്യൻ ഇത് എടുത്തു വെച്ചത് എന്തായിട്ടാ? കോയിനിന്റെ സ്ഥാനത്ത് ഒരു നിക്ഷേപമായിട്ടാ. അത്തരക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് വരും. അപ്പൊ അങ്ങനെ സ്വർണം സൂക്ഷിക്കുന്നവർ, കോയിനാവട്ടെ അല്ലെങ്കിൽ നിക്ഷേപമായിട്ട് ആഭരണം സൂക്ഷിക്കുന്നവർ സക്കാത്ത് വരും. വെള്ളി സൂക്ഷിക്കുന്നവർ, അതുപോലെ തന്നെ 20,000 അതിന്റെ മുകളിലോ ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ കറൻസി സൂക്ഷിക്കുന്നവർ. കറൻസി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലാകാം, വീട്ടിലാകാം, കടം കൊടുത്തുകൊണ്ടാവാം, സെക്യൂരിറ്റി ഫണ്ടായിട്ടാവാം. ഇങ്ങനെയൊക്കെ തന്റെ ഉടമസ്ഥതയിൽ 20,000 അതിന്റെ മുകളിലോ സംഖ്യ സൂക്ഷിക്കുന്നവർ. അതുപോലെ തന്നെ 20,000 അതിന്റെ മുകളിലോ ഒക്കെ സംഖ്യക്ക് വില വരുന്ന കച്ചവട ചരക്ക് സ്വന്തമായിട്ടുള്ളവർ. ഈ ആളുകളൊക്കെ സക്കാത്തിനെ കുറിച്ച് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ഇതിന്റെ കൂടെ ഞാനൊരു കാര്യം കൂടി പറയാൻ. ഇപ്പൊ ഈ 25,000 രൂപ വില വരുന്ന ചരക്കിന്റെ ഉടമസ്ഥൻ ഒരുപക്ഷെ നാട്ടിലെ ഏറ്റവും ദരിദ്രനാവാം. നമ്മുടെയൊക്കെ നാടുകളിൽ അങ്ങനെയാണല്ലോ. സ്കൂളിന്റെ മുന്നിലൊക്കെ മിഠായി കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ വളരെ ദരിദ്രന്മാരാവും. പക്ഷെ ദരിദ്രനാണെങ്കിൽ പോലും ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്താ, 20,000 അല്ലെങ്കിൽ 25,000 രൂപക്ക് ചരക്കുള്ളവനാണോ ചരക്കിന്റെ പേരിൽ അവൻ സക്കാത്ത് കൊടുത്തിരിക്കണം എന്നാണ്. അപ്പൊ ഇയാൾക്ക് കടമുണ്ടല്ലോ, കടമുണ്ടായത് കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം? കടക്കാരുടെ കൂട്ടത്തിൽ അവനും സക്കാത്ത് സ്വീകരിക്കാം. വേറെ ആളുകൾ കൊടുക്കുന്ന സക്കാത്ത് അവന് സ്വീകരിക്കാം. അതോടൊപ്പം ഈ സ്വത്തിന്റെ ഉടമ എന്ന നിലക്ക് അവൻ സക്കാത്ത് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സമ്പന്നന്റെ സക്കാത്ത് എന്നല്ല ഞാൻ പറഞ്ഞത്, സമ്പത്തിന്റെ സക്കാത്ത് എന്നാണ്. അപ്പൊ ഈ എണ്ണപ്പെട്ട സമ്പത്ത് ആര് സൂക്ഷിച്ചാലും സക്കാത്ത് കൊടുക്കണം. അവൻ സമ്പന്നനാവട്ടെ ദരിദ്രനാവട്ടെ. ഇതാണ് സക്കാത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ. ഇനി സക്കാത്തിന്റെ വിതരണം, അതുപോലെ തന്നെ അവകാശികൾ. നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ആകെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ സ്വത്തൊക്കെ സൂക്ഷിച്ച് ഒരു കൊല്ലം കഴിയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ റമദാനിന്റെ 26 രാവിലെ അല്ലെങ്കിൽ 26 പകലില് ഒരു 5,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ ബാങ്കിൽ പോയി ചില്ലറയാക്കി കൊണ്ടുവന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ 10-20 ഇങ്ങനെ കൊടുത്താൽ അത് സക്കാത്തായി നമ്മൾ ആരും ഒരിക്കലും ധരിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കാൻ കൃത്യമായ ഒരു സമയമുണ്ട്. ഏതാ സമയം? ഓരോ വ്യക്തിക്കും അനുസരിച്ച് ആ സമയം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. റമദാനിൽ ഒരാള് കച്ചവടം തുടങ്ങിയാൽ അവൻ സക്കാത്ത് കൊടുക്കേണ്ടത് അടുത്ത റമദാനിൽ. മുഹറമിൽ ഒരാൾ കച്ചവടം തുടങ്ങിയാൽ അയാൾ സക്കാത്ത് കൊടുക്കേണ്ടത് മുഹറം. അപ്പോ 365 ദിവസം നിസ്കാരം ഉള്ളതുപോലെ 365 ദിവസവും സക്കാത്ത് ഉണ്ടാവും. ഒരാൾക്ക് ഒരു പക്ഷേ 1-ാം തീയതി ആവും സക്കാത്ത് നിർബന്ധമാണത്, വേറൊരാൾക്ക് 2-ാം തീയതി, വേറൊരാൾക്ക് 10-ാം തീയതി, പല സമയങ്ങളിലും. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? വർഷം തികഞ്ഞാൽ യജിബു അദാഉഹ അലൽ ഫൗർ എന്നാണ്. ഉടനെ കൊടുക്കണം. ഉടനെ കൊടുക്കണം. സക്കാത്ത് നിർബന്ധമായോ വൈകിപ്പിക്കാൻ പാടില്ല. ചില ആളുകൾ ഉണ്ടാവും സക്കാത്ത് നിർബന്ധമായിട്ടുണ്ട്, പക്ഷേ സക്കാത്ത് കൊടുക്കാൻ ഒരു റുപ്യ കൈവശമില്ല, പിന്നെ നിവൃത്തിയില്ല. കൊടുക്കാൻ ആവശ്യമായ സംഖ്യയും റെഡിയാണ് എങ്കിൽ സമയമായ ഉടനെ കൊടുക്കും. ചിലപ്പോൾ കൊടുക്കാൻ ആവശ്യമായ സംഖ്യ റെഡിയാവും, ഇയാൾ കൊടുക്കാനും ഒരുക്കാവും, പക്ഷെ അവകാശികളെ കിട്ടൂല. അങ്ങനെയാണെങ്കിൽ വൈകിപ്പിക്കാം. എന്നാൽ അവകാശികളും റെഡിയാണ്, കൊടുക്കാനുള്ള സംഖ്യയും റെഡിയാണ്, സമയവും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടൻ കൊടുത്തിരിക്കണം. വൈകിപ്പിച്ചാലോ വഇൻ അഖറ അസിമാന. ളുഹർ നിസ്കരിക്കാൻ സമയമായി, എല്ലാ സൗകര്യമുണ്ട്, നിസ്കരിക്കണില്ല, എന്തേ? അസറായതിനു ശേഷം നിസ്കരിക്കാന്ന. അങ്ങനെ പറ്റുമോ? പറ്റൂല, കുറ്റകരമാണ്. അപ്പൊ ഒരു കാരണവുമില്ലാതെ നിർബന്ധമായ സക്കാത്ത് കൊടുക്കാതെ വൈകിപ്പിച്ചാൽ കുറ്റകരമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. ഇനി അങ്ങനെ ഒരാൾ വൈകിപ്പിച്ചു, കുറ്റകരമാണ്. കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം ഒരാൾ ചെയ്തു, അങ്ങനെ ഇരിക്കെ അവന്റെ സ്വത്ത് മൊത്തം അപഹരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നശിച്ചു പോയാൽ ഇവന്റെ ബാധ്യതയിൽ നിന്ന് ഒരിക്കലും ഈ സക്കാത്ത് വിഹിതം ഒഴിവാകൂല. അപ്പൊ എത്ര കാലവും ജീവിച്ചാലും പിന്നെ അവൻ എത്ര ഫക്കീറായി മാറിയാലും പഴയ കാലത്ത് കൊടുക്കാനുള്ള സക്കാത്ത് ഉണ്ടോ അത് കൊടുത്തേ മതിയാകൂ എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഇതൊരിക്കലും നമ്മളിൽ നിന്ന് ഒഴിവായി പോകുന്ന ഒരു ബാധ്യതയല്ല.
ഏത് കാലം, എത്ര കാലം പഴക്കമുള്ള ബാധ്യതയാണെങ്കിലും ശരി, അത് കൊടുക്കാതിരുന്നാൽ ആ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല. ഇനി സക്കാത്തിന്റെ വിതരണം നമ്മൾ പറഞ്ഞു, സമയമായ കൊടുക്കണം, ഉടനെ കൊടുക്കണം, കഴിയുമെങ്കിൽ ഉടനെ കൊടുക്കണം, ഒരിക്കലും വൈകിപ്പിക്കാതെ. ഇനി അവിടെ നമ്മൾ അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വേണമെങ്കിൽ സക്കാത്ത് ഒരു വർഷം വരെ മുന്തിച്ചു കൊടുക്കാന്നാണ്. അപ്പൊ ഞാനിപ്പോ ഈ റമദാൻ 1 ഒരു കച്ചവടം തുടങ്ങിയത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാ? അടുത്ത റമദാൻ 1 ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത്. പക്ഷെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഒരു വർഷം വരെ മുന്തിച്ച് ഈ റമദാനിൽ തന്നെ അടുത്ത റമദാനിൽ നിർബന്ധമാകുന്ന സക്കാത്ത് എനിക്ക് കൊടുക്കാം. ഞാനിത് പറയുന്നത് എന്തിനാ? നമ്മൾ പല ആളുകളും സക്കാത്ത് നിർബന്ധമുള്ള ആളുകളാകും. പക്ഷെ വർഷമാകുന്നതിന് മുമ്പ് ചിലപ്പോൾ ചില സാധുക്കളെ സംരക്ഷിക്കേണ്ട, സഹായിക്കേണ്ട നിർബന്ധ ഘട്ടം ചിലപ്പോൾ നമുക്ക് വരും. അങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ, അല്ലെങ്കിൽ ഒരു സാധുവിന്റെ മകളെ കല്യാണം നടക്കുകയാണ്, സഹായിക്കാൻ അത്യാവശ്യം, കൂടുതൽ കൊടുക്കാൻ നമ്മളെടുത്തില്ല. പക്ഷെ 4 മാസം കഴിഞ്ഞിട്ട് നിർബന്ധമാകുന്ന സക്കാത്ത് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുൻകൂട്ടി നമ്മുടെ ആ സക്കാത്ത് എന്ന ഉദ്ദേശത്തിൽ നമുക്ക് വേണമെങ്കിൽ നേരത്തെ കൊടുക്കാം. അപ്പൊ ആ സാധുവിനെ സഹായിക്കാൻ പറ്റും. 4 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള സക്കാത്ത് ഞാൻ മുൻകൂട്ടി കൊടുക്കുന്നു എന്ന ഉദ്ദേശത്തിൽ, എന്ന നിയ്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വർഷത്തേക്ക് വരെ സക്കാത്ത് മുന്തിച്ചു കൊടുക്കാമെന്നാണ്. ഇനി സക്കാത്തിന്റെ വിതരണം എങ്ങനെയാണ് നടത്തേണ്ടത്? സക്കാത്ത് വിതരണത്തിന് 3 രീതിയാണ്. 3 രീതി. നമ്മുടെ ആളുകൾ പലപ്പോഴും സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, പക്ഷെ കുറ്റമറ്റ രൂപത്തിലാകുന്നില്ല. കുറ്റമറ്റ രൂപത്തിലല്ലാതെ സക്കാത്ത് കൊടുത്താൽ അതൊരു കേവലം റിലീഫ്, അല്ലെങ്കിൽ അതൊരു സാധു സംരക്ഷണം എന്ന അവസ്ഥയിലേക്ക് അത് പരിമിതപ്പെട്ടു പോകും. സക്കാത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധുക്കളെ സഹായിക്കാനുള്ള ഒരു പദ്ധതി എന്ന് മാത്രമല്ല, അത് 2ാമത്തെ സ്ഥാനമാണ്. സക്കാത്തിനെ കുറിച്ച് നമ്മൾ 1ാമതായി മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇബാദത്താണ് എന്നാണ്. ഇബാദത്താകുമ്പോൾ അതിന് ഷർത്തുണ്ടാവും, ഫർദുണ്ടാവും, സുന്നത്തുണ്ടാവും, മര്യാദകളുണ്ടാവും, ഒക്കെ പാലിച്ച് നിർവഹിച്ചാലേ ഇബാദത്ത് ശരിയാവും. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് വിതരണത്തിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ച് തന്നത് 3 രീതികളാണ്. അതിൽ 1ാമത്തെ രീതി, എന്റെ സ്വത്തിൽ സക്കാത്ത് നിർബന്ധമായാൽ അത് ഞാൻ സ്വന്തമായി കൊടുക്കുക. എനിക്കൊരു കച്ചവട സ്ഥാപനമുണ്ടെങ്കിൽ വർഷം തികയുമ്പോൾ അതിന്റെ സക്കാത്ത് ഞാൻ കൊടുക്കുക, സ്വന്തമായി കൊടുക്കുക. ഇതാ ഒരു രീതി. 2ാമത്തെ രീതി, മുസ്ലിം ഭരണാധികാരിയുടെ കീഴിലുള്ള പ്രദേശമാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട സക്കാത്തിന്റെ വിഹിതം നമ്മൾ ആ ഭരണാധികാരിയെ ഏൽപ്പിക്കുക. ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭരണാധികാരിയല്ല ഉദ്ദേശിക്കുന്നത്, മുസ്ലിം ഭരണാധികാരി, സുൽത്താൻ, സുൽത്താനുൽ ആലം എന്നൊക്കെ പറയാം, ഖലീഫ. ഖലീഫ അല്ലെങ്കിൽ ഖലീഫ ചുമതലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പകരക്കാരൻ, അവരെ ഏൽപ്പിക്കുക. ഇസ്ലാമിന്റെ ഖിലാഫത്ത് നിലനിന്നിരുന്ന നാട്ടിലൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഖലീഫമാരെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് സക്കാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീഫയായിരുന്നു, അമീറായിരുന്നു മദീനയിലെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബി തങ്ങളെയായിരുന്നു സക്കാത്ത് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ മുസ്ലിം ഭരണകൂടം നിലവിലില്ലാത്ത നാടായതുകൊണ്ട് ഈ 2ാമത്തെ രൂപം നമുക്ക് സാധ്യമല്ല, നിർവഹിക്കാൻ കഴിയൂല. ഇനി മുസ്ലിം ഭരണാധികാരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് ആ ഭരണാധികാരി എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അയാളെ സ്വീകരിക്കാനുള്ള ബാധ്യത നമുക്കില്ല എന്ന് മാത്രമല്ല, അയാളത്ത് കൊടുത്താൽ സക്കാത്ത് നമ്മൾ വേറെ കൊടുക്കേണ്ടി വരും. അപ്പൊ ചില നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ടാവും, റസീറ്റൊക്കെ അടിച്ചിട്ട് ചില ആൾക്കാർ വരും, സക്കാത്തൊക്കെ തന്നോളി പറഞ്ഞിട്ട്. ആരാണ് അവരെ വിട്ടത്? അവർ സ്വയം തീരുമാനിച്ചു വന്നതാ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്, 1 സ്വന്തം കൊടുക്കുക, 2 മുസ്ലിം ഭരണാധികാരി ഉണ്ടെങ്കിൽ ഭരണാധികാരിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആളുകളെ ഏൽപ്പിക്കുക. 3ാമത്തെ രീതി, പല കർമ്മങ്ങളും ചെയ്യാൻ നമ്മൾ ആളെ ചുമതലപ്പെടുത്തുന്നത് പോലെ സക്കാത്തിന്റെ വിതരണത്തിന് നമ്മൾ ഉത്തരവാദപ്പെട്ട ഒരാളെ ചുമതലപ്പെടുത്തുക, വക്കാലത്താക്കുക.
നമ്മുടെ മകളെ കല്യാണം ചെയ്തു കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൈ കൊടുത്തിട്ട് വാചകം പറഞ്ഞിട്ട് സ്വന്തം കെട്ടിച്ചു കൊടുക്കണം. അതൊരു രീതിയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ വിദേശത്താവും, മകളെ വിവാഹം ചെയ്തയക്കാൻ നാട്ടിലേക്ക് വരാൻ നമുക്ക് സൗകര്യപ്പെടില്ല. നമ്മൾ എന്ത് ചെയ്യും? ഉത്തരവാദപ്പെട്ട ഒരാളെ വക്കാലത്താക്കും. വക്കാലത്ത് എന്ന് പറഞ്ഞാൽ എന്റെ പകരം ഈ കൃത്യം നിർവഹിക്കാൻ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തി എന്ന് പറയും. വക്കാലത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെ കൂട്ടത്തിൽ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, സക്കാത്ത് അവകാശികൾക്കിടയിൽ വിതരണം ചെയ്യാനും നമുക്ക് ആളെ ചുമതലപ്പെടുത്താവുന്നതാണ്. ഇതാണ് വക്കാലത്തിന്റെ രീതി. അപ്പൊ സ്വന്തമായി കൊടുക്കുക, അല്ലെങ്കിൽ ഭരണാധികാരിയെ ഏൽപ്പിക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ ഈ ബാധ്യത നിർവഹിക്കാൻ നമ്മൾ യോഗ്യനായ ഒരാളെ ചുമതലപ്പെടുത്തുക. ഈ വക്കാലത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ അത് വളരെ കുറ്റമറ്റ രൂപത്തിൽ നമ്മൾ നിർവഹിക്കണം. എന്താ വക്കാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന? ഷർത്തുൽ വക്കീലി തഈനുഹു. എങ്ങനെ ചുമതലപ്പെടുത്തുക? ഞാൻ ലോകത്തുള്ള മുസ്ലിങ്ങളെ ഒന്നിച്ച്, അല്ലെങ്കിൽ ഞാൻ 100 ആൾക്കാർ, അങ്ങനൊന്നും വക്കാലത്താക്കാൻ പറ്റൂല. മുഅയ്യനായ നിർണിതനായിട്ടുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ ചുമതലപ്പെടുത്തേണ്ടത്, വക്കാലത്താക്കേണ്ടത്. അപ്പൊ ഈ മഹല്ലത്തിന്റെ മൊത്തം ഭരണസമിതിയെ നമുക്ക് ചുമതലപ്പെടുത്താൻ കഴിയൂല. കാരണം എന്താ? നമ്മൾ ഭരണസമിതി എന്ന് പറഞ്ഞാൽ ആരും ആവാം. ചിലപ്പോൾ ഇന്നുള്ള ആളായിക്കൊള്ളണമെങ്കിൽ നാളെ. അപ്പോൾ നിർണിതനായ ഒരു വ്യക്തിയെ തന്നെ നമ്മൾ ചുമതലപ്പെടുത്തണം. ഉദാഹരണം പറഞ്ഞാൽ, ഈ പള്ളിയിലെ മുദർരിസിനെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ ചുമതലപ്പെടുത്തി. മുഅയ്യനായ നിർണിതനായ ഒരു വ്യക്തിയാണ്. അല്ല, ഈ മഹല്ലത്തിന്റെ പ്രസിഡന്റിനെ എന്റെ സക്കാത്ത് വിഹിതം വിതരണത്തിന് വേണ്ടി ഞാൻ ചുമതലപ്പെടുത്തി. അതാണ് വക്കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നിർണിതനായിട്ടുള്ള വ്യക്തിയെ ആയിരിക്കണം ചുമതലപ്പെടുത്തേണ്ടത്. എത്രത്തോളം എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വക്കൽ തുക്ക, നിന്നെ ചുമതലപ്പെടുത്തി എന്ന് നമ്മുടെ വക്കീലിനോട് നമുക്ക് പറയാൻ കഴിയണം. വാചകം പറയണം, നിന്നെ ഞാൻ എന്റെ സക്കാത്തിന്റെ വിഹിതം അവകാശികൾക്കിടയിൽ വിതരണം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാക്കാൽ നമ്മൾ ആ വക്കീലിനെ ഏൽപ്പിക്കണം. ഒന്നുകിൽ വക്കൽ തുക്ക, നിന്നെ ചുമതലപ്പെടുത്തി എന്ന ആ വ്യക്തിയോട് നേർക്കുനേരെ പറയണം. അല്ലെങ്കിൽ പിന്നെ ഒരു നിരക്കും മാറാൻ സാധ്യതയില്ലാത്ത വിധം വക്കൽതു സൈദൻ എന്ന് പറഞ്ഞാൽ, ഈ നാട്ടിലെ ഇന്നാലിന്ന തറവാട്ടിൽപ്പെട്ട സെയ്ദ് എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ എന്റെ സക്കാത്ത് വിതരണത്തിന് ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ഒരു കൺഫ്യൂഷനും ഇല്ല. ആരാണ് ഉത്തരവാദി? ഈ മനുഷ്യനാണെന്ന് കൃത്യമായി കിട്ടണം. വലിയൊരു സംവിധാനത്തെ ഒന്നിച്ചടെ ഏൽപ്പിച്ചാൽ അവിടെ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള വാചകം, ആരാണ് ഉത്തരവാദി എന്ന് കൃത്യമായി നമുക്ക് കിട്ടൂല. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, 2 ആൾക്കാരെ ചൂണ്ടിയിട്ട് ഒരാൾ പറയാണ്, നിങ്ങളിൽ ഒരാളെ ഞാൻ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പോലും ശരിയല്ല. കാരണം എന്താ? നിങ്ങളിൽ ആരെയാണ്? വക്കൽതു അഹദകുമാ, നിങ്ങൾ 2ൽ ഒരാളെ ഞാൻ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പോലും ആ വാചകം ശരിയാവില്ല. അപ്പൊ വക്കാലത്ത് സംവിധാനം വളരെ നല്ല സംവിധാനമാണ്. പലപ്പോഴും സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന വളരെ വലിയ ദൗത്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ വക്കാലത്ത് സംവിധാനത്തിലൂടെ നിർവഹിക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് വരാം. പിന്നെ വക്കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തമായി നമ്മൾ സക്കാത്ത് വിതരണം ചെയ്താൽ, നമ്മളതിന്റെ അവകാശി കൊടുത്താൽ അതോടുകൂടി നമ്മുടെ ബാധ്യത നിർവഹിക്കപ്പെടും. എന്നാൽ നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തി, അദ്ദേഹം കൃത്യമായി അത് ശരിയായ രൂപത്തിൽ അല്ലാതെ നിർവഹിച്ചാൽ നമ്മുടെ ബാധ്യത പിന്നീട് ബാക്കിയാവുന്നു. അപ്പൊ അതിനാണ് പണ്ഡിതന്മാരായ യോഗ്യതയുള്ള ഒരാളെ ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹം അത് കൃത്യമായി നിർവഹിച്ചോളൂ. മാത്രമല്ല, നമ്മുടെയൊക്കെ നാടുകളിൽ പലരും സക്കാത്ത് പിരിക്കാറുണ്ട്. സക്കാത്ത് പിരിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വക്കീലായ മനുഷ്യന് ഈ സക്കാത്ത് വിതരണത്തിന് വേണ്ടി ഒരിക്കലും ഈ സക്കാത്ത് ഫണ്ട് വിനിയോഗിക്കാൻ പാടില്ല. കുറെ ആൾക്കാരൊന്ന് പൈസ വാങ്ങി, ഇതൊക്കെ പാടെ കൊണ്ടേ കൊടുക്കണ്ടേ? ഒരു പിക്കപ്പ് വാടകയ്ക്ക് വിളിച്ചു. വാടക പൈസ എവിടുന്നാ കൊടുക്കണത്? സക്കാത്തായിട്ട് കിട്ടിയ പൈസ എടുത്തിട്ട് വാടക കൊടുക്കുക ചെയ്യാൻ പാടില്ല.
അപ്പൊ സക്കാത്തിന്റെ ഫണ്ട് നമ്മളൊരു വക്കീലിനെ ഏൽപ്പിച്ചാൽ അത് 100% അവകാശികൾക്ക് തന്നെ കൊടുക്കണം. അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് വണ്ടി വിളിക്കാനോ, അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് കവർ വാങ്ങാനോ, അതിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് ആളെ കൂലിക്ക് വിളിക്കാനോ ഒന്നും പാടില്ല. കൃത്യമായി കിട്ടിയ സംഖ്യ മുഴുവനും ഇതിന്റെ അവകാശികൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഞാൻ എൻ്റെ പാലക്കാട് ഒരു സ്ഥലത്ത് പോയപ്പോൾ വ്യവസ്ഥാപിതമായി എന്ന് അവർ പറയുന്നുണ്ട് സക്കാത്ത് നടക്കുന്നുണ്ട് എന്നാ. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ അറിയോ, ഞങ്ങൾ സക്കാത്ത് ആവശ്യക്കാർക്കും ഇങ്ങനെ കൊടുത്തിട്ട് ഇത്ര പൈസ ബാക്കിയിരിപ്പുണ്ട് എന്നാ. സക്കാത്തിന്റെ ഫണ്ടേ നമ്മൾ പറഞ്ഞത് എന്താ, നിർബന്ധമായാൽ ഉടനെ കൊടുത്തു തീർക്കണം എന്നാ. ഇതിവരെ ഞങ്ങൾ വാങ്ങിക്കോളാം, ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്തിട്ട് അവിടെ വെച്ചിക്കുക ആവശ്യക്കാർ വരാൻ. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ സക്കാത്ത് ഇങ്ങനെ സൂക്ഷിച്ചിരിപ്പായാൽ അതൊക്കെ നമ്മുടെ മേലിൽ ബാധ്യതയായിട്ട് നാളെ ചോദിക്കപ്പെടും. അപ്പോൾ വക്കാലത്ത് സംവിധാനമാണെങ്കിൽ കൃത്യമായി നിർണിതനായ ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തി വാചകം പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ഏൽപ്പിക്കപ്പെട്ട സംഖ്യ മുഴുവൻ അദ്ദേഹം അവകാശികൾക്ക് കൃത്യമായി വിതരണം ചെയ്യുകയും ചെയ്താൽ ആ രൂപത്തിൽ നമുക്ക് സക്കാത്ത് കൊടുക്കാം. അപ്പൊ സ്വന്തമായി കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഭരണാധികാരി ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത്തെ രൂപം വക്കാലത്ത് സംവിധാനത്തിലൂടെ കൊടുക്കാം. ഇനി സക്കാത്ത് വിതരണത്തിന് 2 നിബന്ധന ഉണ്ട്. എന്തൊക്കെ 2 നിബന്ധന? ഒന്ന്, ഇതൊരു ഇബാദത്ത് ആയതുകൊണ്ട് ഇത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. നിയ്യത്തില്ല, ഞങ്ങളെ എത്ര ഒന്നിച്ച് കോരി കൊണ്ടുപോയി കൊടുത്താലും സക്കാത്ത് വിടൂല, നിയ്യത്ത് വേണം. രണ്ടാമതായിട്ട് അവകാശികൾക്ക് കൊടുക്കണം. അവകാശികൾക്ക് കൊടുക്കണം. ആരാ അവകാശി? വിശുദ്ധ ഖുർആൻ ഒരു സംശയത്തിനും വകയില്ലാത്ത വിധം സക്കാത്തിന്റെ അവകാശികളെ നമുക്ക് എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 8 ആളുകളാണ്. 9ാമത്തെ ഒരാൾ വന്ന് ചോദിച്ചാൽ കൊടുക്കണ്ട. ഖുർആനിൽ അതിനുവേണ്ടി ഉപയോഗിച്ച പദം തന്നെ ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാ എന്നാണ്. ഇന്നമസ്സദഖാത്ത്, സക്കാത്ത് വിഹിതം ഈ പറയപ്പെടുന്ന 8 ആളുകൾക്ക് മാത്രമേ കൊടുക്കാവൂ. അപ്പൊ പിന്നെ നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ പേരിലോ മറ്റോ മറ്റുള്ള മതക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? സക്കാത്തിന്റെ വിഹിതം കൊടുക്കാൻ പറ്റൂല. അത് കൊടുത്താൽ നമ്മുടെ സക്കാത്ത് കൂടില്ല. അവരെ സഹായിക്കണ്ട നമ്മൾ പറഞ്ഞില്ല, അവരെ സഹായിക്കാം. പക്ഷെ നിർബന്ധ ബാധ്യതയായിട്ടുള്ള സക്കാത്ത് കൊടുക്കേണ്ടത് വിശ്വാസികളായിട്ടുള്ള ഈ ആയത്തിൽ പറയുന്ന 8 വിഭാഗത്തിനാണ്. ആരൊക്കെ 8 വിഭാഗം? ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാ. ഒന്ന്, ഫഖീർമാർക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഫഖീർ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ ആവശ്യമായതിന്റെ 40% മാക്സിമം അധ്വാനിച്ചാൽ അല്ലെങ്കിൽ തൊഴിലെടുത്താൽ അല്ലെങ്കിൽ ഉള്ള വരുമാനം ഉപയോഗപ്പെടുത്തിയാൽ കിട്ടുള്ളൂ. അപ്പൊ 1000 രൂപ ആവശ്യമുണ്ടെങ്കിൽ മാക്സിമം എത്ര കിട്ടൂ? 400 രൂപയെ കിട്ടൂ. ചിലപ്പോൾ 300, ചിലപ്പോൾ 200. ഇവരാണ് ഫഖീർ, പരമദരിദ്രനാണ്. അത്തരക്കാരായ ആളുകൾക്ക് സക്കാത്തിന് അവകാശമുണ്ട്. രണ്ടാമത്തെ വിഭാഗം മിസ്കീൻ. മിസ്കീന്മാർ എന്ന് പറഞ്ഞാല് അവർക്ക് ഇവരെക്കാൾ സ്ഥിതി മെച്ച. 1000 രൂപ ആവശ്യമുണ്ടെങ്കിൽ മാക്സിമം കഠിനാധ്വാനം ചെയ്താൽ ഒരു 700 രൂപ വരെയൊക്കെ എത്തും. അവർ മിസ്കീന്മാരാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ ജീവിക്കുന്ന ഫഖീർമാർക്ക് എന്തേലൊക്കെ കിട്ടും. നേരെ മറിച്ച് ചോദിക്കാൻ പ്രയാസപ്പെടുന്ന, ആരും പരിഗണിച്ചു കൊടുക്കാത്തൊരു വിഭാഗമാണ് നമ്മുടെയൊക്കെ നാടുകളിലുള്ള മിസ്കീന്മാർ. അവസ്ഥ കണ്ട കുഴപ്പമില്ല എന്ന് തോന്നും നമുക്ക്. അവർ വളരെ പ്രയാസപ്പെടുന്നവരാ. മിസ്കീന്മാർക്കും സക്കാത്തിന്റെ വിഹിതം കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ വിഭാഗം വൽആമിലീന അലൈഹ, സക്കാത്ത് പിരിക്കാൻ, സക്കാത്തിന്റെ കണക്കെഴുതാൻ, സക്കാത്ത് വീതം വെക്കാൻ, സക്കാത്ത് വിതരണം ചെയ്യാനൊക്കെ മുസ്ലിം ഭരണാധികാരി ചുമതലപ്പെടുത്തുന്ന ആളുകൾ സക്കാത്തിന്റെ ഉദ്യോഗസ്ഥർ. സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ മുസ്ലിം ഭരണകൂടമുള്ള സ്ഥലത്ത് മാത്രമേ ഇവരുണ്ടാവൂ. ഈ ഉദ്യോഗസ്ഥന്മാരെ ഖലീഫ ഏൽപ്പിച്ചതാ. സക്കാത്ത് പിരിക്കണീന്റെ പേരിൽ ഖജനാവിൽ നിന്ന് അവർക്ക് കൂലിയൊന്നും കൊടുക്കണില്ല, ശമ്പളമില്ല. അവർക്ക് അപ്പൊ സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം അവർക്ക് വേണ്ടി നീക്കാം. അതാണ് ആമിൽ, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർ. നാലാമതായിട്ട് വൽ മുഅല്ലഫത്തി ഖുലൂബുഹും. മുഅല്ലഫത്തു ഖുലൂബ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, പക്ഷേ ഈമാൻ, വിശ്വാസം കൊണ്ട് ശക്തമായിട്ടില്ല.
നമ്മൾ പറയുന്ന പുതു മുസ്ലിങ്ങൾ, അവർക്കും സക്കാത്ത് കൊടുക്കാം. ഈ 4 വിഭാഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ 4 വിഭാഗത്തിനും സക്കാത്തിന്റെ വിഹിതം കിട്ടിയാൽ എന്താവശ്യത്തിന് ഉപയോഗിക്കാം. അവർക്ക് സ്വന്തം ഉടമസ്ഥതയിലേക്ക് ഈ സക്കാത്ത് ഫണ്ടിനെ കൊണ്ടുവരാം. ആയത്തിന്റെ ഒരു രീതി അങ്ങനെ, ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറ, അത് അവർക്കുള്ളതാണ്. സക്കാത്ത് വിഹിതം ഫഖീറിനുള്ളതാണ്, മിസ്കീനിനുള്ളതാണ്, സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും ഉള്ളതാണ്, പുതു മുസ്ലിങ്ങൾക്കും ഉള്ളതാണെന്ന് പറഞ്ഞാൽ അവർക്കത് ഏത് ആവശ്യത്തിനും ചെലവാക്കാം. കടം വീട്ടാനെടുക്കാം, ചെലവിനെടുക്കാം, വീട് വെക്കാനെടുക്കാം, മക്കളെ കെട്ടി ഏത് ആവശ്യത്തിനും ഈ ആദ്യത്തെ 4 ആളുകൾക്ക് സക്കാത്ത് ഫണ്ട് വിനിയോഗിക്കാവുന്നതാണ്. ഇനി പറയുന്ന 4 ആൾക്കാരുണ്ട്. ഒന്ന് റിഖാബ് വഫിർ റിഖാബ് എന്ന് പറഞ്ഞാൽ അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന കാലത്ത് യജമാനന് നിശ്ചിത സംഖ്യ കൊടുത്തിട്ട് മോചനം നേടുന്ന അടിമ. ആ അടിമക്ക് യജമാനന് കൊടുക്കാൻ ആവശ്യമായ സംഖ്യ സക്കാത്ത് ഫണ്ടിൽ നിന്ന് സ്വീകരിക്കാം. 10,000 രൂപക്ക് കരാർ എഴുതിയതാ. ഈ അടിമ അധ്വാനിച്ച് 5,000 രൂപ ഇപ്പോ സമാഹരിച്ചിട്ടുള്ളൂ. 5,000 കൂടി കിട്ടിയാലേ മോചനം നേടാൻ പറ്റുള്ളൂ. എങ്കിൽ സക്കാത്ത് ഫണ്ടിൽ നിന്ന് 5,000 കൂടി വാങ്ങി യജമാനന് കൊടുത്തിട്ട് ഈ അടിമക്ക് മോചിതനാകാം. ഈ അടിമ സക്കാത്ത് ഫണ്ടിൽ നിന്ന് വാങ്ങുന്ന പൈസ ഈ ആവശ്യത്തിനേ ഉപയോഗിക്കാവൂ. വീട് വെക്കാനോ ഭക്ഷണം വാങ്ങാനൊന്നും ഈ അടിമ ഈ പൈസ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വൽ ഗാരിമീന, 6-ാമത്തത് ഗാരിമീന, കടക്കാർ. ഹലാലായ ആവശ്യത്തിന് വേണ്ടി കടം വാങ്ങി വീട്ടാൻ നിവൃത്തില്ല. വീട്ടണമെങ്കിൽ വീട് വിൽക്കേണ്ടി വരും, പറമ്പ് വിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ കഴുത്തിൽ ധരിക്കുന്ന ഹലാലായ ആഭരണം വിൽക്കേണ്ടി വരും. അല്ലാതെ കടം വീട്ടാൻ നിവൃത്തിയില്ലെങ്കിൽ അതൊന്നും വിറ്റ് കടം വീട്ടണ്ട. പിന്നെയോ സക്കാത്ത് ഫണ്ടിൽ നിന്ന് സ്വീകരിച്ച് കടം വീട്ടാം. അതാണ് ഗാരിം, കടക്കാർ. ഈ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന സക്കാത്ത് ഫണ്ട് കടം വീട്ടാനേ ഉപയോഗിക്കാവൂ. ആ ഗണത്തിലാണോ സക്കാത്ത് വാങ്ങുന്നതെങ്കിൽ പിന്നെ ചെലവിനെടുക്കാൻ പാടില്ല. ചെലവിനെടുക്കാൻ പറ്റും ഫഖീറിന്, ചെലവിനെടുക്കാം മിസ്കീനിന്, ചെലവിനെടുക്കാം പുതു മുസ്ലിമിന്, ചെലവിനെടുക്കാം സക്കാത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക്. എന്നാൽ അടിമയാണെങ്കിൽ അടിമത്ത മോചനത്തിനെ ഈ പൈസ വിനിയോഗിക്കാം. കടക്കാരൻ എന്ന ഗണത്തിലാണ് സക്കാത്ത് വാങ്ങുന്നതെങ്കിൽ കടം വീട്ടാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫീ സബീലില്ലാഹ് വബിനിസ് സബീൽ, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ യുദ്ധം ചെയ്യുന്ന, ജിഹാദ് ചെയ്യുന്ന ആളുകൾ, അവർക്കും ബൈത്തുൽ മാലിൽ നിന്ന് പ്രത്യേകമായിട്ട് വിഹിതമില്ലെങ്കിൽ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് സക്കാത്ത് ഫണ്ട് സ്വീകരിക്കാം. ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യാനൊന്നല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾക്കുള്ള വിഹിതാണിത്. ജിഹാദിന് വേണ്ടി വാഹനം വാങ്ങേണ്ടി വരും, അതുപോലെ തന്നെ ആയുധങ്ങൾ വാങ്ങേണ്ടി വരും, യാത്രാ ചെലവ് വേണ്ടി വരും. ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി സക്കാത്ത് ഫണ്ട് വാങ്ങാം. ആ ആവശ്യത്തിന് വേണ്ടി അത് വിനിയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അവസാനമായിട്ട് ഇബ്നിസ് സബീൽ, യാത്രക്കാരനായ ഒരു മനുഷ്യൻ ലക്ഷ്യസ്ഥാനത്ത് പോയി തിരിച്ചു വരാൻ ആവശ്യമായ യാത്രാ ചെലവ് തികയുകയില്ലെങ്കിൽ സക്കാത്തിന്റെ ഫണ്ട് അവന് വാങ്ങാം. ആ ചെലവിലേക്ക് ഇത് ഉപയോഗിക്കാം. യാത്ര തുടങ്ങുന്ന ഒരാളാണ് എങ്കിൽ സ്വീകരിക്കാം. അല്ല, യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്, വഴിമധ്യേ അദ്ദേഹത്തിന് ചെലവിന് ആവശ്യമായി വന്നു, പൈസ ഇല്ല, സക്കാത്ത് ഫണ്ട് സ്വീകരിക്കാം. ഈ 8 ആളുകൾക്കാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വന്തം കൊടുക്കുകയാണെങ്കിലും ഭരണാധികാരി കൊടുക്കുകയാണെങ്കിലും വക്കാലത്ത് സമ്പ്രദായത്തിലൂടെ നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തി അദ്ദേഹം കൊടുക്കുകയാണെങ്കിലും കൊടുക്കേണ്ടത് ഈ 8 ആളുകൾക്കാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? ഇവിടുത്തെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. നമ്മളെന്താ ചെയ്യുക? ഒരു 5,000 രൂപ ചില്ലറയാക്കി വെക്കും. വീട്ടിലേക്ക് യാചകരായി വരുന്ന ആളുകൾക്കൊക്കെ 20 അല്ലെങ്കിൽ 50, 100 എടുത്തു കൊടുക്കും. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റമദാനിൽ കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആളാണെന്നുള്ള ആ ഒരു മനസ്സമാധാനത്തിലാണ് നമ്മളുള്ളത്. പക്ഷെ സക്കാത്തിന്റെ വിതരണ രീതി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് എന്താ? ഈ 8 അവകാശികൾ നമ്മൾ പറഞ്ഞല്ലോ,
ഈ 8 അവകാശികൾക്കും ആ ആവശ്യത്തിനുള്ളത് ഈ സക്കാത്ത് ഫണ്ടിൽ നിന്ന് കിട്ടണമെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഫക്കീറായൊരു മനുഷ്യൻ, ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ? ജീവിക്കാൻ വളരെ പ്രയാസം. മാക്സിമം കഠിനാധ്വാനം ചെയ്ത 40% അവന് സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ. ഈ ഫക്കീറായ മനുഷ്യന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്താ? അല്ലെങ്കിൽ ഒരു മിസ്കീൻ കഠിനാധ്വാനം ചെയ്താൽ 70% ആകൂ, അവന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് എത്ര? പണ്ഡിതന്മാര് പറയുന്നത് ഈ ഫക്കീറും മിസ്കീനൊക്കെ ഒരു പക്ഷേ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ആളുകളാകും, അല്ലെങ്കിൽ ആകൂല. ആള് ഫക്കീറ പക്ഷെ നല്ല ആരോഗ്യമുണ്ട്, ആള് മിസ്കീനാ പക്ഷെ നല്ല സാമർഥ്യമുള്ള ആളാ. ഇങ്ങനെ സ്വന്തമായി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ഫക്കീറും മിസ്കീനുമാണെങ്കിൽ അവർക്ക് നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്താ? ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു വഴി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണമെന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കച്ചവടം ചെയ്യാൻ കഴിവുള്ള ഒരു ഫക്കീറാണ്, പക്ഷെ കച്ചവടം ചെയ്യാൻ അദ്ദേഹത്തിന്റെ അടുത്ത് മൂലധനമായിട്ട് മുടക്കുമുതലായി ഒന്നുമില്ല. ആ ഫക്കീറിന് നമ്മൾ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്താ? ഒരു കച്ചവടം തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മൂലധനം എത്രയാണോ അതാണ് നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ടത്. ഈ കൊല്ലം 100 രൂപ കൊടുത്തു, അടുത്ത കൊല്ലം 100 കൊടുത്തു, കാലാകാലം 100 രൂപ കിട്ടി, ആ സാധുവിന് എന്താവാനാ? ഒന്നും ആവൂല. ആളുകളുടെ ഇടയിൽ സക്കാത്ത് വാങ്ങുന്ന ഒരു ഫക്കീർ എന്ന ഒരു പേര് മാത്രം ആ സാധുവിന് കിട്ടും. നേരെ മറിച്ച് ഈ ഫക്കീറായ മനുഷ്യൻ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ആളാണ്, കച്ചവടത്തിന് പറ്റുന്ന ആളാണോ എങ്കിൽ കച്ചവടം തുടങ്ങാൻ ആവശ്യമായ മൂലധനം നമുക്ക് അയാൾക്ക് കൊടുക്കാൻ പറ്റും. അല്ല, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളാ, ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങിയാൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടൊക്കെ തീരും. എന്നാൽ ഒരു കമ്പ്യൂട്ടർ സെന്റർ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള തുക നമ്മൾ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ നമ്മൾ കൊടുക്കണം. ഇത് മുസ്ലിം ഭരണാധികാരിയാണ് സക്കാത്തിന്റെ വിതരണക്കാരനെങ്കിൽ മൂപ്പർക്ക് ഖലീഫയെ സംബന്ധിച്ചിടത്തോളം ഈ ഫക്കീറിന് ഏത് സാധനവും വാങ്ങിക്കൊടുക്കാന്നാ. കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കാം, ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കാം, കന്നുകാലികളെ വളർത്തി സുഖമായി ഇയാൾ ജീവിക്കെങ്കിൽ ഒരു 10 പശുക്കളെ വാങ്ങിക്കൊടുക്കാം. പക്ഷെ ഇതൊക്കെ ആർക്കേ പറ്റൂ? മുസ്ലിം ഭരണാധികാരിയാണ് സക്കാത്ത് വിതരണം ചെയ്യുന്നതെങ്കിൽ മൂപ്പർക്ക് ഇങ്ങനെയൊക്കെ വക മാറ്റി ഈ സാധനം വാങ്ങിക്കൊടുക്കാന്നാ. നേരെ മറിച്ച് നമ്മൾ സ്വന്തമായിട്ടാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തിയതാണെങ്കിൽ ഈ പൈസ മറ്റൊന്നായി മാറ്റിയിട്ട് സാധനം വാങ്ങിക്കൊടുക്കാനൊന്നും നമുക്ക് അധികാരമില്ല. അപ്പോഴോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാളോട് പറയാം, ഒരു 25,000 രൂപ കൊടുത്തിട്ട് പറയാം, നീ അല്ലെങ്കിൽ ഒരു 50,000 കൊടുത്തിട്ട് പറയാം, നീ ഒരു ചെറിയ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിയിട്ട് ഒരു ഫോട്ടോസ്റ്റാറ്റ് കട തുടങ്ങിക്കോ. ഇമാമിന് എന്ത് ചെയ്യാം? ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ തന്നെ വാങ്ങിക്കൊടുക്കുക. ഇമാം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി. നമ്മെ സംബന്ധിച്ചിടത്തോളം വസ്തു വക മാറ്റി വേറൊന്ന് വാങ്ങിക്കൊടുക്കാൻ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ട് നമുക്ക് പറയാം, 50,000 കൊടുത്തിട്ട് പറയാം, മോനെ അടുത്ത വർഷം മുതൽ നീ ഇവിടെ ഫക്കീറായി ഉണ്ടാകരുത്, ഈ 50,000 ഉപയോഗിച്ച് നീ ഒരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങി അങ്ങാടിയിൽ ഒരു കട വെച്ചിട്ട് നീ ജോലി ചെയ്തു തുടങ്ങിയാൽ നീ പിന്നെ ഫക്കീറായിട്ട് ഇവിടെ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ സംഖ്യ കൊടുക്കുക. ഇതൊക്കെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന ആളുകൾക്ക് അതിന് വേണ്ട സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം. ഇനി ഒരു മനുഷ്യൻ, അദ്ദേഹം ഫക്കീറാന്ന് മാത്രമല്ല, ശരീരത്തിന്റെ ഒരു ഭാഗം മൊത്തം കുഴഞ്ഞിട്ട് വാതരോഗിയായിട്ട് വീട്ടിൽ കിടപ്പ, അദ്ദേഹത്തിന് നമുക്ക് ജോലിയാക്കി കൊടുത്തിട്ടൊന്നും കാര്യമില്ല, ജോലി ചെയ്യാൻ കഴിയൂല. പരിശുദ്ധ ശരീഅത്ത് പറയുന്നത് എന്താ? അത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് എത്രയാ? അദ്ദേഹത്തിന് ഇപ്പൊ എത്ര വയസ്സായി എന്ന് നോക്കുക. ശരാശരി നമ്മുടെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ 60 വയസ്സാണ്. 60 വയസ്സ് വരെ ഇനി ജീവിക്കണമെങ്കിൽ എത്ര കൊല്ലമുണ്ട് എന്ന് നോക്കണം. അപ്പൊ ഇയാൾക്ക് ഇപ്പൊ 40 വയസ്സായി എന്ന് സങ്കല്പിക്കുക. ഇനി 20 വർഷം ജീവിക്കാൻ അദ്ദേഹത്തിന് എന്ത് വേണം? അത് കൊടുക്കണം. 100, 200, 500 അല്ല കൊടുക്കേണ്ടത്. അപ്പൊ ഒരു പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
വിജയകരമായി നടക്കുന്ന ഒരു കടയിൽ വലിയൊരു സംഖ്യ കൊടുത്തിട്ട് ഇയാളോട് പറയാം, നിങ്ങൾ ആ കടയിൽ ഒരു ഷെയർ തുടങ്ങിക്കോ, സ്വന്തമായി കച്ചവടം ചെയ്യാൻ പറ്റൂല. 50,000 കൊടുത്തു, അല്ലെങ്കിൽ 1,00,000 കൊടുത്തു, പൈസ കൊടുത്തിട്ട് പറയാം, നല്ലൊരു കടയിൽ ഒരു ഷെയർ കൂടിയാൽ ഷെയറിൽ നിങ്ങൾക്ക് വരുമാനം വരും, ഓരോ മാസവും നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും, 60 വയസ്സ് വരെ നിങ്ങൾക്ക് ജീവിക്കാൻ ഇനി ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് ഫക്കീറിനെ മിസ്കീനിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. കടക്കാരനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കടം വീട്ടാനാണ് കൊടുക്കേണ്ടത്. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ഉറുപ്പിക കടമുള്ള ഒരാൾക്ക് നമ്മൾ 1,000-2,000 കൊടുത്തിട്ട് എന്ത് കാര്യം? പലപ്പോഴും ആ കടം വീട്ടാൻ പോലും ആ സാധുത ഉപയോഗിക്കൂല. പക്ഷെ കടം വീട്ടാനാണ് കൊടുക്കുന്നത്, കടം വീട്ടന്നെ വേണമെന്നാണ്. അപ്പൊ അങ്ങനെ നാട്ടിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനുണ്ട് എന്നറിഞ്ഞാൽ അദ്ദേഹത്തിന് കടം വീട്ടാൻ പറ്റുന്ന ഒരു തുകയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളിത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരിക, നമ്മൾ ഓരോ വ്യക്തികളായിട്ട് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു നേട്ടം ഒരിക്കലും നേടിയെടുക്കാൻ പറ്റില്ല. ഞാനായിട്ട് എങ്ങനെ, ഞാൻ ഒറ്റക്ക് സക്കാത്ത് കൊടുക്കുക, ആകെ 1,00,000 ഉറുപ്പിക്ക് 2,500 ഉറുപ്പിക സക്കാത്ത് കൊടുക്കാനുള്ളൂ. 2,500 ഉറുപ്പിക കൊണ്ട് ഏത് ഫക്കീറിനാ നമുക്ക് തൊഴിലേർപ്പാടാക്കി കൊടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ ഏത് മിസ്കീനാണ് നമുക്ക് 60 കൊല്ലം ജീവിക്കാൻ പറ്റുന്ന ആസ്തി ഒരുക്കി കൊടുക്കാൻ കഴിയുക? അപ്പൊ സ്വന്തമായി നമ്മൾ സക്കാത്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല, സ്വന്തമായി കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഉദ്ദേശം നടക്കാതെ പോകും. ഫക്കീറിനെ ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സാധിക്കാതെ പോകും. മിസ്കീനിനെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കാതെ പോകും. സക്കാത്ത് കൊണ്ട് ലക്ഷ്യം വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട സാധുവിനെ സംരക്ഷിക്കുക, പ്രയാസത്തിൽ നിന്ന് കരകയറ്റുക എന്ന ദൗത്യം നിർവഹിക്കണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വക്കാലത്ത് സംവിധാനത്തിലേക്ക് നമ്മൾ വന്നാൽ അത് വളരെ കൂടുതൽ സൗകര്യമാവും. അപ്പോ ഒരുപാട് ആളുകൾ, നാട്ടിലെ 50-100 ആളുകൾ സക്കാത്ത് കൊടുക്കാനുള്ളവരുണ്ടാവും. അവരുടെ സക്കാത്തിന്റെ വിഹിതം മുഴുവനും അവരെല്ലാവരും ഒരേ ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയാൽ, അങ്ങനെ വക്കാലത്ത്, ശരിയായ വക്കാലത്ത് അഥവാ വക്കാലത്തിന്റെ വാചകം പറഞ്ഞ് ഉത്തരവാദിത്തത്തോടുകൂടി ഒരാളെ ഏൽപ്പിച്ച് അദ്ദേഹം ഒരു കുറവുമില്ലാതെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വ്യവസ്ഥാപിതമായിട്ട് നമുക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോട്ടക്കൽ പുതുപ്പറമ്പിൽ ഇതുപോലുള്ള ഒരു സക്കാത്ത് ക്ലാസ്സിൽ പങ്കെടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതയുള്ള 5-10 ആളുകൾ അവര് തീരുമാനമെടുത്തു, നമ്മൾ സക്കാത്ത് ഇങ്ങനെ പരക്കെ വരുന്ന ആളുകൾക്കൊക്കെ 100-50 കൊടുക്കണം. ആ പരിപാടി നിർത്തിയിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും ആവശ്യമുള്ള ഒരാളെങ്കിലും കണ്ടിട്ട് നമ്മൾ സക്കാത്ത് കൊടുത്താലോ എന്നൊരു പദ്ധതിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നു. സക്കാത്ത് കൊടുക്കാനുള്ള, ലക്ഷക്കണക്കിന് ഉറുപ്പിക സക്കാത്ത് കൊടുക്കാനുള്ള ആളുകൾ ആ നാട്ടിൽ വളരെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അദ്ദേഹത്തിന് വീട് വെക്കാൻ ആവശ്യമായ സംഖ്യ കൊടുത്തു. ഈ ഒരൊറ്റ വർഷത്തെ സക്കാത്തിന്റെ ഫണ്ട് കൊണ്ട് നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ഒരാൾക്ക് വീട് വരികയാണ്, ജോലി ഇല്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടുകയാണ്. കച്ചവടം ചെയ്യാത്തൊരു മനുഷ്യൻ പുതിയതായിട്ട് കച്ചവടം തുടങ്ങിയാൽ എന്താ നേട്ടം? അടുത്ത വർഷം നമ്മളെപ്പോലെ ആ മനുഷ്യനും കച്ചവടത്തിന്റെ പേരിൽ സക്കാത്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സക്കാത്ത് സംവിധാനം കൊണ്ട് എന്താ നേട്ടം? നമ്മൾ കുറച്ച് ആൾക്കാർ സക്കാത്ത് കൊടുക്കണോലാണെന്ന് പറയാന്നല്ലാതെ വേറൊരു നേട്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. വക്കാലത്ത് സംവിധാനം, കുറ്റമറ്റ രൂപത്തിലുള്ള വക്കാലത്ത് സംവിധാനം, അതിനുവേണ്ടി നിങ്ങളുടെ മഹല്ലിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ മുൻകൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറ്റമറ്റ രൂപത്തിൽ ഇത് നിർവഹിക്കാൻ പറ്റും. ശറഈന് വിരുദ്ധമായ കാര്യമല്ല ഇത്. ഞാൻ സൂചിപ്പിച്ചു, സക്കാത്ത് വിതരണത്തിന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം 3 വഴികളാ പറഞ്ഞു തന്നത്. 1 സ്വന്തമായി കൊടുക്കുക, 2 ഇമാമിനെ ഏൽപ്പിക്കുക, 3 വക്കാലത്ത് സംവിധാനം. വക്കാലത്ത് സംവിധാനം, സക്കാത്ത് കൊടുക്കാനുള്ള ആളുകളൊക്കെ ഇപ്പൊ എന്റെ സക്കാത്ത് കൊടുക്കാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വക്കാലത്താക്കാം. വക്കാലത്ത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല.
എല്ലാവരും ഇയാളെ വക്കാലത്താക്കിയിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ വ്യവസ്ഥാപിതമായി നമ്മൾ ഒരു മഹല്ലത്തിന്റെ ഒരു കൂട്ടായ്മ എന്ന രൂപത്തിൽ ഒരു കാര്യം കുറ്റമറ്റ രൂപത്തിൽ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടക്കുകയാണെങ്കിൽ നല്ല കാര്യമാണ്. അപ്പൊ യോഗ്യനായ ഒരാളെ ചുമതലപ്പെടുത്തുക. ഞാൻ ചുമതലപ്പെടുത്തി, അതേ വ്യക്തിയെ തന്നെ വേറെ ആളും ചുമതലപ്പെടുത്തി, വേറെ ഒരാളും ചുമതലപ്പെടുത്തി. അങ്ങനെ നാട്ടിൽ സക്കാത്ത് നിർബന്ധമുള്ള എല്ലാ ആളുകളും ഒരേ ഒരു വ്യക്തിയെ ചുമതലപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ അടുത്ത് വലിയ ഒരു ഭീമമായ സംഖ്യ സക്കാത്ത് വിഹിതമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത്. നാട്ടിലെ കഷ്ടപ്പെടുന്ന ആളുകളെ, സക്കാത്തിന്റെ അവകാശികളായ ഫക്കീർമാരെ ലിസ്റ്റ് അദ്ദേഹം തയ്യാറാക്കണം. പിന്നെ മിസ്കീന്മാരെ ലിസ്റ്റ് തയ്യാറാക്കണം. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ ലിസ്റ്റ് തയ്യാറാക്കണം. ചുരുങ്ങിയത് 3 വിഭാഗത്തിന്റെ ലിസ്റ്റ് തയ്യാറാക്കി. അങ്ങനെ തയ്യാറാക്കി ആ ഓരോ വിഭാഗത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട വ്യക്തിയെ ആര് എന്ന് പ്രത്യേകമായി നോട്ട് ചെയ്ത് കണ്ടെത്തി ഈ വർഷത്തെ സക്കാത്ത് അവർക്ക് കൊടുക്കാം. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ സക്കാത്ത് കിട്ടിയിരുന്ന ആൾക്കാർക്ക് ഒരു പൊറുതിയുണ്ടാവും. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി, ഈ വർഷം ഇന്ന ആൾക്ക് നമ്മൾ കൊടുത്തു, അടുത്ത വർഷം നിങ്ങളടുത്തേക്ക് എത്തും. അങ്ങനെ ഘട്ടം ഘട്ടമായി നമ്മൾ ചെയ്താൽ നമ്മുടെ ഈ നാട്ടിൽ പിന്നെ സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഒരാളെയും നമുക്ക് കിട്ടൂല. ഇത് വെറുതെ പറയില്ല. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിക്ക് പറഞ്ഞയച്ചതാണ്. വിശുദ്ധ ദീനിന്റെ പ്രബോധനം നടത്താൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ നബി തങ്ങൾ യമനിക്ക് പറഞ്ഞയച്ചു. കൃത്യമായി പ്രബോധന രീതികൾ പറഞ്ഞു കൊടുത്തു. ആദ്യം അവരോട് പോയിട്ട് പറയേണ്ടത് എന്താ? ഏകദൈവ വിശ്വാസത്തെ കുറിച്ചാണ്. അതിനവരൊരുക്കമായാൽ അള്ളാഹു ഏകനാണെന്ന് അവർ വിശ്വസിച്ചാൽ രണ്ടാമതായിട്ട് നീ അവർക്ക് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു ദിവസം 5 നേരം നിസ്കാരം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനും അവർ തയ്യാറായാൽ മൂന്നാമതായിട്ട് നിങ്ങൾ അവരോട് സക്കാത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. സക്കാത്ത് എന്താ ചെയ്യേണ്ടത്? യമൻകാരിൽ നിന്ന് സക്കാത്ത് പിരിക്കുക, യമൻകാരിലേക്ക് കൊടുക്കുക. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പോലെ മുആദ് റളിയല്ലാഹു തആല അൻഹു യമനിൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തി, നിസ്കാരം നടത്തി, അതുപോലെ തന്നെ സക്കാത്ത് സംവിധാനം നടത്തി. കാലങ്ങൾക്ക് ശേഷം ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് സമ്പത്തുമായിട്ട് യമനിൽ നിന്ന് മദീനയിലേക്ക് വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, മുആദേ, ഈ സമ്പത്ത് നിങ്ങൾ എവിടുന്ന് കൊണ്ടുവരികയാണ്? എന്ത് സമ്പത്താണ്? മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനിത് യമനിൽ നിന്ന് കൊണ്ടുവരികയാണ്. യമനിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കളക്ട് ചെയ്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് യമൻകാരുടെ സക്കാത്തിന്റെ വിഹിതമാണ്. അപ്പൊ ഖലീഫ തിരിച്ചു ചോദിച്ചു, യമൻകാരെ സക്കാത്തിന്റെ വിഹിതം അവിടെ കൊടുക്കണ്ടേ? യമൻകാരെ സക്കാത്ത് നീ പിടിക്കണം, ശേഷം അത് അവിടുത്തെ അവകാശികൾക്ക് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? പിന്നെ യമനിലെ സ്വത്ത് നിങ്ങൾ എന്തിന് മദീനയിലേക്ക് കൊണ്ടുവരണം എന്ന് ചോദിച്ചപ്പോ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യമനിൽ വളരെ വ്യവസ്ഥാപിതമായിട്ട് സക്കാത്ത് പദ്ധതി ഞാൻ നടപ്പാക്കി. ഇന്നവിടെ സക്കാത്ത് വാങ്ങാൻ പറ്റിയ ആൾക്കാരില്ല. സക്കാത്ത് വാങ്ങാൻ പറ്റിയ ആൾക്കാർ അവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ബൈത്തുൽ മാലിലേക്ക് സക്കാത്തിന്റെ വിഹിതം തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ വ്യവസ്ഥാപിതമായി നമ്മൾ ഇത് നടത്താൻ ഒരുക്കമായാൽ, തയ്യാറായാൽ വളരെ വലിയ ഫലം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം ഇതിന് നേതൃത്വം നൽകുന്ന ആളുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതുപോലെ വളരെ കുറ്റമറ്റ രൂപത്തിലായിരിക്കണം ഈ സംവിധാനം നമ്മൾ നിർവഹിക്കേണ്ടത്. അത് അവകാശികൾക്ക് കൊടുക്കാതെ കുന്നുകൂട്ടി വെക്കുക, അതുപോലെ തന്നെ അവകാശികളല്ലാത്ത ആളുകൾക്ക് കൊടുക്കുക, അതുപോലെ തന്നെ സക്കാത്തിന്റെ വിതരണത്തിനും മറ്റും സക്കാത്ത് ഫണ്ടിൽ നിന്ന് തന്നെ പണമെടുക്കുക. ഈ രൂപത്തിൽ തോന്നിയതുപോലെ ഈ സംവിധാനം ദുരുപയോഗം ചെയ്താൽ അത് വളരെ കടുത്ത പാതകമായി മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുറ്റമറ്റ രൂപത്തിൽ ഇത് നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്താൽ, ഒത്തൊരുമിച്ച് നിന്നാൽ ഇൻഷാ അല്ലാഹ് നിഷ്പ്രയാസം നമ്മുടെ നാട്ടിൽ ഈ വക്കാലത്ത് സംവിധാനം തുടങ്ങാനും അത് വളരെ നല്ല രൂപത്തിൽ വിജയിപ്പിച്ചെടുക്കാനും കഴിയും. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, പരിസര മഹല്ലുകളിലൊക്കെ വളരെ നല്ല രൂപത്തിൽ ഉസ്താദുമാരുടെ നേതൃത്വം ഉണ്ടാകണം, നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടണം. അങ്ങനെ പാലിച്ച് നമ്മൾ ഈ സംവിധാനം നടത്തിയാൽ ഇന്ന് കേരളത്തിൽ ഒരുപാട് മഹല്ലുകളിൽ
വളരെ നല്ല രൂപത്തിൽ ഇത് നടക്കുന്നുണ്ട്, വളരെ നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. പണ്ഡിതന്മാരുടെ നേതൃത്വമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്കിത് നടത്താൻ പറ്റും. ഇത് നടത്തിയാൽ ഒന്ന്, സക്കാത്തിനെ കുറിച്ച് കൃത്യമായ ബോധം നമുക്കുണ്ടാവും. സക്കാത്ത് ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓരോ ആളും ഞാൻ ഈ സക്കാത്ത് കൊടുക്കേണ്ടവനാണോ എന്നുള്ളൊരു വീണ്ടും വിചാരമെങ്കിലും നടത്തും. ഇപ്പൊ എല്ലാവരും സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നാട്ടിൽ വളരെ ആവേശപൂർവ്വം പ്രയാസപ്പെടുന്ന ആളുകളെ സംരക്ഷിച്ച് സഹായിച്ചു പോരുന്ന രീതി ഉണ്ട് എന്ന് കാണുമ്പോൾ ഓരോരുത്തരും കണക്ക് കൂട്ടാൻ തുടങ്ങും. സ്വന്തമായി കണക്ക് കൂട്ടാൻ കഴിയാത്ത ആളുകൾ പണ്ഡിതന്മാരെ സമീപിക്കും. എനിക്ക് ഇങ്ങനെയൊക്കെ സ്വത്തുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണോ, എത്ര കൊടുക്കാനുണ്ട്, ആ സക്കാത്തിന്റെ വിഹിതം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഒരാളെ വക്കീലായി നിശ്ചയിച്ച ഒരാളെ വക്കാലത്തൊക്കെ സീഗൊക്കെ പറഞ്ഞ് വാചകമൊക്കെ പറഞ്ഞ് ചുമതലപ്പെടുത്തിയിട്ട് അതുവഴി വിതരണം ചെയ്യാൻ വേണ്ടി തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് വലിയ റിസൾട്ട് നമ്മുടെ മഹല്ലുകളിൽ ഈ രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അപ്പൊ നമ്മൾ സക്കാത്ത് ബാധകമാകുന്ന വസ്തുക്കൾ, അതിന്റെ വിഹിതം, നിബന്ധനകൾ, അവകാശികൾ, കൊടുക്കാവുന്ന രീതികൾ, അതുപോലെ തന്നെ കൊടുക്കേണ്ടത് എത്രയാണ് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ഇപ്പൊ ചർച്ച ചെയ്തു. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. നമ്മളൊരു മഹല്ല് സംവിധാനമാണല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പത്തുമായി ബന്ധപ്പെട്ട നമ്മുടെ നിർബന്ധ ബാധ്യത എന്ന് പറഞ്ഞാൽ ഈ 2.5% സക്കാത്ത് കൊടുക്കൽ മാത്രമല്ല. കാരണം 2.5% സക്കാത്ത് കൊടുക്കലാണെങ്കിൽ വളരെ ചുരുങ്ങിയ എണ്ണം സമ്പത്ത് സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ആ ബാധ്യത വരൂ. അത് മാത്രമല്ല, ഇസ്ലാം സമ്പന്നന്മാർക്ക് കൊടുക്കുന്ന ബാധ്യത. ഒരു നാട്ടിലെ സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾക്ക് മറ്റു വളരെ പ്രധാനപ്പെട്ട ബാധ്യതകളുണ്ട്. എന്താണ്? അവർ ജീവിക്കുന്ന നാട്ടിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾ, ഭക്ഷണത്തിന് വകയില്ലാത്തവർ, മരുന്നിന് വകയില്ലാത്തവർ, വീട് വെക്കാൻ കഴിയാത്തവർ, മക്കളെ കല്യാണം ചെയ്തയക്കാൻ കഴിയാത്തവർ തുടങ്ങി ആ നാട്ടിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകളെ സക്കാത്ത് എന്ന രൂപത്തിൽ അല്ലാതെയും സഹായിക്കുക എന്നത് ആ നാട്ടിലെ സമ്പന്നന്മാരായിട്ടുള്ള ആളുകളുടെ ബാധ്യതയാണ്. ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത് 1 വർഷത്തെ ജീവിക്കാൻ ആവശ്യമായ വക കഴിഞ്ഞ് വല്ലതും ബാക്കിയുള്ളവരുണ്ടോ അവരൊക്കെ ഈ ബാധ്യത ഉള്ളവനാണ്. എനിക്ക് 1 വർഷം ജീവിക്കാൻ ആവശ്യമായ ആസ്തിയുള്ള ആളാണ് ഞാൻ. 60 വർഷം ജീവിക്കാനുള്ള ആസ്തി എനിക്കില്ല. 1 വർഷം ജീവിക്കാനുള്ള ആസ്തിയേക്കാൾ കുറച്ച് കൂടുതൽ എനിക്കുണ്ടെങ്കിൽ ഈ ബാധ്യത ഞാനും നിർവഹിക്കണം. അപ്പൊ ഈ ബാധ്യത നിർവഹിക്കേണ്ട പണക്കാരനാകണമെങ്കിൽ 1 കൊല്ലം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ആസ്തി ഉണ്ടായാൽ മതി. അപ്പൊ അങ്ങനെ സാമ്പത്തികമായിട്ട് വേറെയും ബാധ്യതകൾ നമ്മൾ ഒരുപാട് നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു ഫദ്ലു സാദിൻ ഫൽയുഇദുഹു അലാ മൻ ലാ സാദല. ആർക്കെങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ ഭക്ഷണമുണ്ടെങ്കിൽ ഫൽയുഇദുഹു അലാ മൻ ലാ സാദല. ഭക്ഷണം ഇല്ലാത്ത ആൾ നമ്മുടെ നാട്ടിലുണ്ടോ, അവന് ഭക്ഷണം നമ്മൾ കൊടുത്തോളണം. നമ്മുടെ അടുത്ത് ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ മൻ കാന ലഹു ഫദ്ലു മർകബിൻ ഫൽയുഇദുഹു അലാ മൻ ലാ മർകബ ലഹ. ആവശ്യത്തിലധികം വാഹനമുള്ളവരുണ്ടോ, വാഹനമില്ലാത്ത ആൾക്ക് കൊടുക്കാൻ തയ്യാറാകണമെന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സാമ്പത്തികമായ ബാധ്യതകൾ ഒരുപാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട, നമ്മളിൽ നിന്ന് ഒരിക്കലും ഒഴിവായി പോകാത്ത ബാധ്യതയാണ് സക്കാത്ത് എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അതിന്റെ കണക്കുകൾ കൃത്യമായി കൂട്ടി ഞാനത് കൊടുക്കാനുള്ള ആളാണോ എന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിന്റെ അവകാശികൾക്ക് അത് കൃത്യമായി എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംശയങ്ങളുണ്ടോ? വളരെ ചുരുങ്ങിയ സമയം, 5:50 ആയിട്ടുണ്ട് സമയം. കേട്ടില്ല. സംഘടിത രൂപം എന്ന് പറഞ്ഞാല് മുഅയ്യനായിരിക്കണം വക്കീൽ. അതെ, ഈ ചുമതലപ്പെടുത്താൻ ഞാൻ സക്കാത്ത് കൊടുക്കാനുള്ള ആളാണെങ്കിൽ ഞാനാണ് ഇയാളെ ചുമതലപ്പെടുത്തേണ്ടത്. അപ്പൊ എനിക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതിന് സാധനം ഇല്ലല്ലോ. മഹല്ല് എന്ന് വേണ്ട, മഹല്ല് കമ്മിറ്റിനാക്കണ്ട. മഹല്ല് കമ്മിറ്റിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ, അല്ലേ? അതെ അതെ, അതാ പറഞ്ഞ മഹല്ലിന്റെ പ്രസിഡന്റായ അറിയപ്പെട്ട മുഅയ്യനായ ഒരാള്,
അല്ലെ പള്ളിയിലെ ഇമാമ്. അല്ല ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ സക്കാത്ത് കൊടുക്കണ സമയമാണെങ്കിൽ ഇപ്പൊ പള്ളിന്റെ ഇമാം ആരാണ്? ഇദ്ദേഹമാണ്. ഞാൻ കൊടുക്കാനുള്ളതാണ്, ഞാൻ മൂപ്പരെ പോയിട്ട് പറയാം ഞങ്ങളെ ചുമതലപ്പെടുത്തി, ഇതിന്റെ സക്കാത്തിന്റെ വിഹിതാണ്, അവകാശികൾക്ക് നിങ്ങൾ കൊടുക്കണം. കമ്മിറ്റി നമ്മൾ പറയണില്ലല്ലോ. അതാണ് നമ്മളും കമ്മിറ്റിന്റെ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. മാറാൻ പാടില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്, വക്കാലത്ത് സംവിധാനത്തിൽ പാളിച്ചകൾ വരാനേ പാടില്ല. എനിക്കുറപ്പുണ്ടോന്നോ? ഞാനാണ് വക്കീലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ നടത്തും. വേറൊരാൾ വക്കീലാക്കിയിട്ട് അയാൾ അതിൽ അപാകത വരുത്തോ ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഇന്നെ വക്കീലാക്കിയാൽ ഇൻഷാ അല്ലാഹ് ഞാൻ വളരെ കൃത്യമായി നിർവഹിക്കും. പണ്ഡിത സംഘടനകൾ ഇപ്പൊ നമ്മളെ SMF-ന്റെ കീഴിൽ പല മഹല്ലുകളിലും വളരെ വ്യവസ്ഥാപിതം നടക്കണ്ടല്ലോ. അതെ, ജമിയത്തുൽ ഉലമയുടെ പിന്നെ മേൽനോട്ടത്തിൽ നടക്കുന്ന സംഘടനയാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ. കഴിഞ്ഞ വർഷം പിന്നെ പത്തിരിയാൽ എന്ന് പറഞ്ഞ സ്ഥലം, നിലമ്പൂരുള്ള പത്തിരിയാൽ എന്നുള്ള സ്ഥലത്ത് ഇതേപോലെ ഒരു മഹല്ലിൽ വക്കാലത്ത് സംവിധാനം അനുസരിച്ച് സക്കാത്ത് പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അപ്പോൾ മഹല്ലിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഇരുന്നിട്ട് ഈ വിഷയം അവിടെ ചർച്ച ചെയ്തു. അപ്പോൾ എന്നെ ചുമതലപ്പെടുത്തിയത് SMF-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയത്. ഇല്ല, ഇത് സമസ്ത എന്നോ മറ്റോ ഇതിന്റെ വിഷയമില്ല. ഞാൻ പറയട്ടെ ഷാഫി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ ഫത്ഹുൽ മുഈൻ, മഹല്ലി, തുഹ്ഫ, മുഗ്നി തുടങ്ങിയ എല്ലാ കിതാബിലും 3 രൂപം പറയും സക്കാത്തിന്. ആ 3 രൂപത്തിൽ ഒന്നാണ് ഈ പറഞ്ഞ വക്കാലത്തും, 4ാമത്തെ രൂപല്ല. അതെ, തീർച്ചയായും ഗ്രൂപ്പിനെ പറ്റൂല. ഞാൻ പറഞ്ഞോ ഗ്രൂപ്പിന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ. ഈ മഹല്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾക്ക് പറ്റുന്ന ഒരാളെ അവർ ചുമതലപ്പെടുത്തുക. അത് ചിലപ്പോൾ മഹല്ലിന്റെ പ്രസിഡന്റ് ആവും, ചിലപ്പം പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ ഒന്നല്ലാത്ത നിങ്ങളാവും, ആരും ആവാം. അല്ലെങ്കിൽ ഈ പള്ളിയിൽ ഉസ്താദായിട്ട് വന്നിട്ടുള്ള മുദരീസാവും, ഇമാമാവും, ആരും ആവാം. വേണ്ട, സക്കാത്ത് കൊടുക്കാനുള്ള 100 ആൾക്കാരുണ്ട് ഈ നാട്ടിൽ നിന്ന് സങ്കല്പിക്കുക. ആ 100-ൽപ്പെട്ട ഒരാളെ തന്നെ അവരെല്ലാവരും കൂടി ചുമതലപ്പെടുത്തൽ ഇന്നാളെ പെടുത്താവും മറ്റാളെ പെടുത്താൻ പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തമായിട്ട് എന്റെ സക്കാത്ത് പിന്നെ വിതരണം ചെയ്യാൻ എനിക്ക് ആരെ ചുമതലപ്പെടുത്താൻ? ഞാൻ പറയട്ടെ, ഞാൻ എനിക്കിഷ്ടമുള്ള ആൾ ചുമതലപ്പെടുത്താം. പക്ഷെ അയാൾക്ക് യോഗ്യത എന്താ? അയാൾ സ്വന്തമായി സക്കാത്ത് കൊടുക്കാൻ കഴിവുള്ള ആളാവണം. എന്റെ സക്കാത്ത് തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റൂലെങ്കിൽ വേറെ ആൾക്കാരെ ചുമതലപ്പെടുത്താൻ പറ്റൂലല്ലോ. ഇല്ല, സക്കാത്ത് സംഘടനയുടെ പ്രശ്നം അതാണ്, നിർണിതനായിരിക്കണം എന്നുള്ളതാണ് വിഷയം. നിർണിതമാവില്ല. സംഘടന എന്ന് പറഞ്ഞാൽ ആരാണത്? അതിനൊരു അസ്തിത്വമില്ല. സംഘടനയിൽ ഒരാളുണ്ടാവാം, ഇന്ന് നാളെ വേറൊരാളാവാം, അത് ആരാന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ആൾക്കാർ ചൂണ്ടിയിട്ട് നിങ്ങളിൽ ഒരാളെ ഞാൻ ചുമതലപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പോലും പറ്റൂല. സംഗതി നിങ്ങൾ 2 ആൾ ഇവിടെ ഉണ്ട്, പക്ഷെ എന്ത് വേണം? നിങ്ങളെ ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളെ ചുമതലപ്പെടുത്തി എന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിരിക്കും. അത്ര കറക്റ്റ് ആവണം. ഏത്? 4ാമത്തെ രൂപം പറ്റൂല. ഏത്? അല്ലെ സംഘടിതം എന്ന് പറഞ്ഞാല് അതല്ല. ഇവിടെ ശ്രദ്ധിക്കുക. കമ്മിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാനിത് വന്ന് പറഞ്ഞു ഇന്ന ചുമതലപ്പെടുത്താം നിങ്ങൾക്ക്. ഇപ്പൊ മൂപ്പരെ ചുമതലപ്പെടുത്താം. ഒരു വ്യക്തി എന്നുള്ള ആൾക്കാണ് ഈ ചുമതലപ്പെടുത്തല്, കമ്മിറ്റി എന്നുള്ള ആൾക്കല്ല. മൂപ്പരെ ചുമതലപ്പെടുത്തുന്നത് ഒരു വ്യക്തി എന്നുള്ള ആൾക്കാ. എന്റെ സക്കാത്ത് കൊടുക്കാൻ എനിക്കൊരാൾ ചുമതലപ്പെടുത്താം, ആരെയും ചുമതലപ്പെടുത്താം. ഏറ്റവും ഉത്തമമായി സ്വന്തം കൊടുക്കല ഏറ്റവും ഉത്തമം. അതെ. പക്ഷെ ഈ സ്വന്തം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അതാതിന്റെ വിഷയം. ഇപ്പൊ നമ്മുടെ SMF ഒക്കെ മഹല്ലുകൾ കുറച്ചുകൂടി സജീവമാകണമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു വിഷയം നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം എന്താണ്? സ്വന്തമായി കൊടുക്കുമ്പോൾ പലപ്പോഴും എന്ത് സംഭവിക്കും? ഞാൻ എൻ്റെ അടുത്ത് 2500 രൂപ കൊടുക്കാണ്ടാവുള്ളൂ. ഞാനത് 10 കഷ്ണാക്കിയാൽ 150 രൂപ വീതം കൊടുത്താൽ സക്കാത്ത് കിട്ടിയവനുണ്ടാവില്ല, കൊടുത്തവനുണ്ടാവില്ല. ഒരു കുഴപ്പമില്ല. ഷറഈന് കുഴപ്പമുള്ളതല്ല. പക്ഷെ ഇങ്ങനെ കൊടുക്കണമെന്ന് ഷറഈന് കുഴപ്പമില്ല, അതും കുഴപ്പമില്ല. പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. എങ്ങനെ ഗുണം? ദോഷം വരുത്തരുത്, അതല്ല നമ്മുടെ കഴിവ്. നമ്മളിത് പഠിക്കണത് എന്തിനാ? ദോഷമില്ലാതെ ഏറ്റവും ഗുണകരമായ രൂപത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അതെ, മനസ്സിലായി.
അത് നിങ്ങളത് തീർത്ത് ചോദിക്കണം. കൃത്യമായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഈ വിഷയത്തിൽ നമ്മളിത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു കുറവും വരാതെ മുന്നോട്ട് പോകാൻ കഴിയും. ചെയ്യണം. അതെ, അത്ര ഉത്തരവാദിത്ത ബോധമുള്ള ആളുകളെ ഇത് ചെയ്യാവൂ, ഏറ്റെടുക്കാവൂ. അങ്ങനെ അത് സംഘടനമായി ചെയ്യാൻ അങ്ങനെ ഒരു ഓപ്ഷൻ, നാലാമത്തെ രീതിയാണത്. ശറഇല് 3 രീതിയേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു വ്യക്തിനെ ഞാൻ ഇനി പറഞ്ഞുതരാം. ഇതൊക്കെ എന്താ പറയുക, ഇത് നമ്മൾ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതിന് പറയണ്ട. ഇനി അങ്ങനെ ഒരു വ്യക്തിനെ കിട്ടാൻ പ്രയാസമുണ്ടോ? ഈ ഇപ്പൊ ഈ ഇതൊരു വലിയ മഹലല്ലേ, ഈ മഹലിന് വ്യത്യസ്ത ഏരിയകളുണ്ടാവും. ആ ഏരിയയിൽ ഒരാളെ ചുമതലപ്പെടുത്തുക. അവർ 10-15 വീട്ടുകാർക്ക് ഒരാളെ ചുമതലപ്പെടുത്തുക. മനസ്സിലായോ? ഒരു വ്യക്തിക്ക് ഈ മഹലിൽ 1000-2000 വീടുണ്ടെങ്കിൽ ചിലപ്പം പ്രയാസം ഉണ്ടാവും. പക്ഷെ വളരെ ചുരുങ്ങിയ പരിമിതമായ ഒരു ഏരിയയിൽ ഒരാളെ ചുമതലപ്പെടുത്തുമ്പോൾ കൃത്യ മൂപ്പർക്ക് അവകാശികളെ അറിയും, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാനുള്ളവരെ അറിയും കൃത്യമായിട്ട്. ഞാൻ പറയട്ടെ ഈ പ്രദേശത്തുള്ള ആൾക്കാർ വേറൊരാളെ ചുമതലപ്പെടുത്തും, ആ ഭാഗത്തുള്ള വേറൊരാൾ, അങ്ങനെ ഒരു 4-5-10 ആളുകളെ ഓരോ ഏരിയക്കാർ ചുമതലപ്പെടുത്തും. നിക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. അപ്പൊ സംഘടനയല്ല, ഇതൊക്കെ ഓരോ വ്യക്തിയാ. സംഘടന എന്നല്ലല്ലോ, സംഘടന എന്താ, കൂട്ടമായിട്ട്. അതെ, ഇല്ല, കമ്മിറ്റി ഇല്ല. ആ ഭാഗത്തുള്ള ആൾക്കാർ ഒരാളെയാണ് ചുമതലപ്പെടുത്തിയത്. അതാണ് ഇസ്ലാം പറയുന്ന വക്കാലത്ത്. ഈ ഭാഗത്തുള്ള ആൾ വേറൊരാളെ ചുമതലപ്പെടുത്തിയത്, അത് ഇസ്ലാം പറയുന്ന വക്കാലത്ത്. ഇന്നിപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല വക്കീലുമാരുണ്ട്, ഇല്ലേ? സക്കാത്ത് വിതരണം പല വക്കീലുമാരെയും പലരും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി സംഘടന അറിയോ? ഇല്ലല്ലോ. ഈ ഭാഗത്തുള്ള ആൾക്കാർ ഇയാൾ ചുമതലപ്പെടുത്തി, മറ്റേ ഭാഗത്തുള്ള ആൾക്കാർ അയാൾ ചുമതലപ്പെടുത്തി. പിന്നെന്ത് ചെയ്യാം? ഈ ആളുകൾക്ക് വേണമെങ്കിൽ എന്നെ ചുമതലപ്പെടുത്തിയ ആളുകളുടെ ഒരു വിഹിതം എൻ്റെ അടുത്തുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു വക്കീലാണെന്ന് സങ്കല്പിക്കുക. എൻ്റെ അടുത്ത് 1 ലക്ഷം റുപ്യ ഉണ്ട്. ഉസ്താദ് വേറെ നാട്ടുകാരെ വക്കീലാണ്, മൂപ്പരുടെ അടുത്ത് 1 ലക്ഷം ഉണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിച്ചൂടെ, ഞാൻ ഇനി ആളുകൾക്കൊക്കെയാണ് കൊടുക്കുന്നത്, നിങ്ങൾ ഇനി ആളുകൾക്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ്, ഇതൊരു സംഘടനയെ ചുമതലപ്പെടുത്തിയതല്ല, വ്യക്തിയെ ചുമതലപ്പെടുത്തിയതാണ്. പക്ഷെ അവര് സംഘടിതമായിട്ട് പിന്നെ ഇത് വിതരണം ചെയ്യാം. മനസ്സിലായോ? ഇതും സംഘടനയും തമ്മിൽ എന്താ വ്യത്യാസം? സംഘടനയിൽ 40 ആൾക്കാരുണ്ടാവും ഉദാഹരണം, അല്ലെങ്കിൽ 25 ആൾക്കാരുണ്ടാവും. കമ്മിറ്റിയിൽ 21 ആൾക്കാരുണ്ടാവും. കമ്മിറ്റിയെ ചുമതലപ്പെടുത്താൻ ഈ 21 ആരും ആകാം. ഒരാൾ വരും, മറ്റാൾ പോകും, അതൊന്നും നമുക്കറിയില്ല ഈ ചുമതലപ്പെടുത്തുന്ന ആൾക്ക്. നേരെ മറിച്ച് ഒരു പ്രദേശത്തുകാർ ഒരാളെ ചുമതലപ്പെടുത്തുമ്പോൾ കൃത്യമായിട്ടൊരു വ്യക്തിയാണ്. അത് ഇസ്ലാം സക്കാത്ത് വിതരണത്തിന് പറഞ്ഞ 3ാമത്തെ രൂപ. അവര് പിന്നെ ആ നാട്ടുകാരനായ അവിടുത്തെ വക്കീലായ ഞാനും ഈ നാട്ടിലെ വക്കീലായ ഞാനും കൂടി സംസാരിച്ചിട്ട് നാട്ടിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ആളുകളെ ആരൊക്കെ കണ്ടെത്തിയിട്ട് വിതരണം ചെയ്യണേ. എന്താ കുഴപ്പമില്ല. ചെയ്യാം. ഇന്നെ ഏൽപ്പിച്ച പൈസ എനിക്ക് വിതരണം ചെയ്യാം. അത് സംഘമാവുണ്ട്. അത് സംഘമാണെങ്കിൽ കുഴപ്പമില്ല. കാരണം ഇതിൽ ഓരോരുത്തനും എന്താണ് ഇതില് വക്കീല. ആ നാട്ടിലെ ഒരുത്തൻ ആ നാട്ടുകാരെ വക്കീല, ഈ നാട്ടിലെ ഒരുത്തൻ ഇവിടുത്തെ വക്കീല. ഇതും സംഘടന ഒരുപോലെയല്ല. സംഘടന എന്ന് പറഞ്ഞാൽ അതിൽ 40 ആൾക്കാരുണ്ടാവും. ആരെ ചുമതലപ്പെടുത്തി എന്ന് ഈ കൊടുക്കുന്ന ആൾക്കാരെ ചോദിച്ചാൽ കിട്ടൂല. അതാ 2 വ്യത്യാസം. അങ്ങനെ എല്ലാരും കൂടി ഏൽപ്പിക്കരുത്. ആ നാട്ടുകാരെ ഏൽപ്പിക്കേണ്ടത് ആരെ? അവിടെയുള്ള ഒരാള്. കൂടി ആലോചിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ വക്കീൽ ആരായിരിക്കണം? എന്റെ വക്കീൽ ആരാ? ഞാൻ പറയട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ എന്താ അറിയോ? അതിൽ നിന്ന് ഒരാൾ പറഞ്ഞാലേ, ഞാൻ പറയട്ടെ, ഈ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാരുണ്ടായിട്ട് ഇതിൽ നിന്ന് ഒരാൾ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ തൊട്ട് മുമ്പ് എന്ത് പറഞ്ഞു? ഒരാൾക്ക് ചെയ്യാൻ പ്രയാസമെന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് ഞാൻ എന്ത് പറഞ്ഞത്? ഒരു മൂലയിലുള്ള ആൾക്കാർ അവരെ വക്കീലായിട്ട് അവരൊരാളെ ചുമതലപ്പെടുത്തി. അപ്പൊ എന്റെ സക്കാത്ത് ആരെ ഏൽപ്പിച്ചു? ഞാൻ എന്റെ വക്കീലിനെ ഏൽപ്പിച്ചു. ഈ നാട്ടുകാർ അവിടെയുള്ള ഒരാളെ ചുമതലപ്പെടുത്തി, അവരുടെ വക്കീലിനെ ഏൽപ്പിച്ചു. ആ വക്കീൽ എന്ത് ചെയ്യും? അവരെ സക്കാത്ത് വിതരണം ചെയ്യും. ഇവർ തമ്മിൽ, ഈ വക്കീലുമാർ തമ്മിൽ പരസ്പരം സംസാരിക്കണതിനോ മറ്റൊന്നും കുഴപ്പമില്ല. ഇന്നെ ഏൽപ്പിച്ചത് ഞാൻ തന്നെ കൊടുക്കണേ, അയാളെ ഏൽപ്പിച്ചത് അയാൾ തന്നെയാണ് കൊടുക്കുന്നത്. അതെ. ഇനി വക്കാലത്ത് 2 രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരാളെ ചുമതലപ്പെടുത്തിയിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാൻ നിങ്ങളെ ചുമതലപ്പെടുത്തി എന്ന് പറയും. അതാണ് എന്തെന്ന് പറയാ, ആമായ വക്കാലത്ത് എന്ന് പറഞ്ഞാല്. വേറെ ചില വക്കാലത്ത് എന്താവും?
നിങ്ങൾ മാത്രം ചെയ്യണം എന്ന അർത്ഥത്തിലായിരിക്കും ചിലപ്പം വക്കാലത്ത്. മനസ്സിലായില്ല? ഞാനിപ്പോൾ നിങ്ങളെ ചുമതലപ്പെടുത്തുമ്പോൾ എൻ്റെ ആഗ്രഹം എന്തായിരിക്കും? നിങ്ങളെ കയ്യാൽ ഇത് കൃത്യമായി നടക്കണം എന്നാവും ചിലപ്പോൾ എൻ്റെ ഉദ്ദേശം. ചിലപ്പോൾ എന്താവും, നിങ്ങളെ കാർമ്മികത്വത്തിൽ നിങ്ങൾ ആവശ്യമുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റിയ ആ രൂപത്തിൽ എന്നായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. മനസ്സിലായോ? രണ്ട് നിലക്കുണ്ടാവും. അപ്പൊ ഈ വക്കാലത്താക്കുന്ന ആള് അത് കൃത്യമായിട്ട് വിശദീകരിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ എന്താവും, നിങ്ങൾ തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ താല്പര്യമെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യാം. അല്ല, നിങ്ങളുടെ മേൽനോട്ടത്തിലായിട്ട് ഈ സംഗതി നടക്കണം എന്നാണോ എൻ്റെ ഉദ്ദേശം, അതിനാണോ ഞാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വം തന്നത് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെ കമ്മിറ്റി കൂടിയിട്ട് ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങളെല്ലാവരും എന്നെ വക്കീലാക്കിക്കോളി എന്ന് എനിക്ക് ആവശ്യപ്പെടാം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ കച്ചവടത്തിന് വാചകം വേണം, വേണ്ടേ? ഒരു സാധനം നടക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഞാനിത് വിറ്റു, നിങ്ങളിത് വാങ്ങി എന്ന് പറയണം. ഇനി നേരെ തിരിച്ചെന്ത് പറയാം? നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം നിങ്ങളത് വിൽക്കി എന്ന് പറയാം. സാധാരണ ഇപ്പം എന്താ ഉണ്ടാവില്ലേ? ഞാനിത് വിറ്റു, നിങ്ങൾ വാങ്ങി എന്നുള്ളതാണ് സാധാരണ രീതി. നേരെ തിരിച്ചു വക്കീലിന് ഞാനിവിടെ എണീറ്റ് നിന്നിട്ട് പറയാണ്, നിങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കാൻ ഞാൻ അതിൻ്റെ കൃത്യമായ അവകാശികൾക്ക് എത്തിച്ചെടുത്തോളാം, അതുകൊണ്ട് നിങ്ങൾ എന്നെ വക്കാലത്താക്കി എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു. അപ്പം നിങ്ങൾ എന്ത് പറഞ്ഞു? ആയിക്കോട്ടെ, ഞങ്ങൾ നിങ്ങളെ വക്കാലത്താക്കി എന്ന് പറഞ്ഞു. അതൊരു രീതിയാണ്. അല്ലാതെ എൻ്റെ സക്കാത്തിന്റെ വക്കീലായിട്ട് ഇന്ന ആള് വരണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. എൻ്റെ വക്കീലിനെ ഞാൻ നിശ്ചയിക്കും. അല്ലെങ്കിൽ മൂപ്പര് പറഞ്ഞ വക്കീലായിക്കോട്ടെ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പൊ ഞാനും മൂപ്പര് തമ്മിലാണ് എന്ത് ഈ ഡീലിംഗ് ഉള്ളത്. ഒന്നുകിൽ ഞാൻ മൂപ്പരെ വക്കാലത്താക്കണം, അല്ലെങ്കിൽ മൂപ്പരെ വക്കാലത്താക്കാൻ എന്നോട് ആവശ്യപ്പെടണം. ഈ രണ്ട് രൂപത്തിൽ പറ്റും. സക്കാത്ത് രണ്ട് മുതലുണ്ട്, പ്രത്യക്ഷ മുതലും പരോക്ഷ മുതലും എന്ന് പറഞ്ഞിട്ട്. അത് വരെ അവിടെയാണ്. എവിടെ? ഇമാം മുസ്ലിം ഭരണാധികാരിക്ക് സക്കാത്ത് കൊടുക്കുന്നിടത്ത് പരോക്ഷ മുതലിന്റെ സക്കാത്ത് നമുക്ക് സ്വന്തമായി വിതരണം ചെയ്യാം, പ്രത്യക്ഷത്തിൻ്റെത് ഇമാമിനെ ഏൽപ്പിക്കുക എന്നുള്ള ചർച്ച ഉണ്ട്. അതും പരോക്ഷമായ മുതലിന്റെ സക്കാത്ത് ഞാൻ കൊടുത്തോളാം ഇമാം ആവശ്യപ്പെട്ടാൽ കൊടുക്കാമോ ഇല്ലേ എന്ന് ചർച്ച ഉണ്ട്. കൊടുക്കാം എന്നാ. നമ്മളെ ഇതിക്ക് അത് വരില്ല, കാരണം മുസ്ലിം ഭരണാധികാരിന്റെ കേസാണ് ഇപ്പോൾ. അല്ല, കച്ചവടം തുടങ്ങിയിട്ടൊരു വർഷമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കച്ചവടത്തിന് ഓരോ ദിവസവും അതിന്റെ നിസാബ് അളക്കാൻ കഴിയൂല, സാധനം വരും പോവുകയൊക്കെ ചെയ്യും. അപ്പൊ ഇടയിൽ വർഷം മുറിയാണെങ്കിൽ എന്നാൽ ചരക്ക് ഫുള്ളങ്ങോട്ട് വിറ്റ് തീർന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ ചരക്ക് ഫുള്ള് വിറ്റ് തീർന്നാൽ അവിടെ നോക്കണം, നിസാബിനേക്കാൾ താഴെയുള്ള വിലക്കാണോ വിറ്റ് തീർന്നത്, അല്ല നിസാബിന്റെ മേലെയാണോ. നിസാബ് പറഞ്ഞാൽ അറിയോ? 20,000 രൂപയേക്കാൾ താഴെയാണെങ്കിൽ കച്ചവട വർഷം മുറിഞ്ഞു. ഇനി പുതിയ കച്ചവടമാണ്, ഇനി നമ്മൾ സാധനം വാങ്ങിയാൽ വരിക. നേരെ മറിച്ച് നമ്മൾ കുറച്ച് സാധനം വിറ്റു, ബാക്കി കുറെ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പൊ കച്ചവടം മുറിയാത്ത പോലെ കൂട്ടാം. അപ്പൊ തുടങ്ങിയ ഡേറ്റ് മുതൽ തുടങ്ങും. അതെ, നമ്മളിത് ഒരിക്കലും അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റൂല. കുഴപ്പം വരാതിരിക്കും എന്ന് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങളെ സക്കാത്തിന്റെ വിഹിതം വക്കീലിനെ ഏൽപ്പിച്ചാൽ, എൻ്റെ ഒരു ഇബാദത്താണിത്, സക്കാത്ത് വിതരണം എന്നുള്ള എൻ്റെ ഒരു ഇബാദത്താണ്. അത് കൃത്യമായി നടക്കണമെങ്കിൽ ഞാൻ എന്നെ കൊടുക്കണം. നിങ്ങൾക്ക് നിർബന്ധമുണ്ടോ? നിങ്ങൾ സ്വന്തം കൊടുത്തോളി. അതെ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, എനിക്ക് തോന്നുകയാണ് ഞാനിത് ഒറ്റ കൊടുത്തിട്ടതുകൊണ്ട് ഒരു നേട്ടവും വരുന്നില്ല, സംഗതിന്റെ ബാധ്യത വീടുന്നുണ്ടെന്നല്ല വേറെ നേട്ടം വരുന്നില്ല. ഒരു വക്കീലിനെ ഏൽപ്പിച്ചു, പലരും മൂപ്പരെ ഏൽപ്പിക്കുന്നുണ്ട്, മൂപ്പര ആള് കൃത്യമാണ് എങ്കിൽ എൻ്റെ പൈസ മൂപ്പരെ ഏൽപ്പിച്ചാൽ അതാവും കൂടുതൽ നല്ലത് എനിക്ക് തോന്നിയാൽ വക്കാലത്താക്കാം. ഇല്ല, അങ്ങനെ ആവാൻ പാടില്ല. അതുകൂടി നമ്മൾ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മനസ്സിലായല്ലേ? വ്യവസ്ഥ ഉണ്ടാക്കണം കൃത്യമായി. ഇനിയിപ്പോൾ അത് പറയണോ? സമയം കുറേ അങ്ങനെ എത്തിയില്ലേ, കുറേ ആൾക്കാർ പോവുകയും ചെയ്തില്ലേ. ഇത്ര സക്കാത്തും ഒക്കെ വിതരണത്തിന്റെ രീതിയിൽ മാറ്റൊന്നുമില്ല, ഒരേ നിയമം. എങ്ങനെ സംഘടിപ്പിക്കുക? ഇപ്പൊ ഈ പറഞ്ഞല്ലോ സക്കാത്ത് വിതരണത്തിന് 3 രീതിയുള്ളൂ പറഞ്ഞാൽ സക്കാത്തുൽ മാലും സക്കാത്തുൽ ഫിത്റും രണ്ടും സെയിമാ. നിങ്ങൾ വക്കാലത്താക്കുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായി നടക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ വക്കാലത്തായിക്കൊള്ളൊരു കുഴപ്പമില്ല. നിങ്ങളെ മോളെ കെട്ടിക്കാൻ നിങ്ങൾ വക്കാലത്താക്കണില്ലേ? ഹജ്ജ് ചെയ്യാൻ വക്കാലത്താക്കാലോ, ഇടപാടുകളൊക്കെ നടത്താൻ വക്കാലത്താക്കാം എന്നതുപോലെയുള്ള ഒരു കർമ്മമാണ് ഫർഖുസ് സക്കാത്ത്. സക്കാത്ത് വിതരണത്തിനും ആളെ ചുമതലപ്പെടുത്താം. എത്രത്തോളം എന്ന് വെച്ചാൽ കാഫിറിനെ വരെ സക്കാത്ത് വിതരണത്തിന് ചുമതലപ്പെടുത്താം. അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായല്ലോ?
നീതിമാനായ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു കാഫിർ ഉണ്ടെങ്കിൽ ഓനെ വരെ സക്കാത്ത് വിതരണത്തിന് ഏൽപ്പിക്കാം. ആ വിശ്വാസനാണെങ്കിൽ ഏൽപ്പിക്കാം. ആ വിശ്വാസമുള്ള ആൾക്കാർ നിങ്ങളെ നാട്ടിലുണ്ടോ? നിങ്ങൾ വക്കാലത്ത് സംവിധാനമായിട്ട് മുന്നോട്ട് പോയിക്കോളി. ആ കാഫിറിനെ വക്കാലത്താക്കണ എന്താ ഒരു കുഴപ്പമില്ല. നീയത്തൊക്കെ നമ്മൾ അപ്പം നീയത്ത് സ്വന്തം വെക്കേണ്ടി വരും. കാരണം കാഫിറിന്റെ നീയത്ത് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് നീയത്ത് നമ്മൾ വെച്ചിട്ട് വിതരണത്തിന് ഇന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കണം. എങ്ങനെ വക്കാൽ മാനദണ്ഡം? 1, 2 എന്ന് പറഞ്ഞാൽ ഇല്ലല്ല. നിങ്ങളെ ഹജ്ജ് നിങ്ങൾ ചെയ്യലല്ലേ നല്ലത്. കൃത്യമായി ചെയ്യുന്ന ഒരു ഉസ്താദിനെ കിട്ടി, ആ ഉസ്താദിനെ ഏൽപ്പിച്ചാൽ എന്താ കുഴപ്പം? പൈസ കൂലിയൊക്കെ കൊടുത്തിട്ട് ചെയ്യാം. അതിൻ്റെ വക്കാലത്ത് സംവിധാനം. ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരുപാട് മഹല്ലുകളിൽ വളരെ വ്യവസ്ഥാപിതമായി നടക്കണം. അതൊരു സൗകര്യമാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ മഹല്ലിൽ ആലോചിച്ചിട്ട് സൗകര്യപ്പെടുത്തി. അതാണ് ഇപ്പൊ സംഘടനകൾ സക്കാത്ത് പിരിച്ചിട്ട് കൃത്യമായി ചെയ്യുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വളരെ കൂടുതൽ ഉയർന്നത് കൊണ്ടാണ്. എന്നാലും ആളുകൾ സംഘടിതമായി ചെയ്യാൻ താല്പര്യപ്പെടുന്നതുകൊണ്ടാണ് വക്കാലത്ത് സംവിധാനം നമ്മൾ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് സക്കാത്ത് പിരിച്ചിട്ട് അവകാശികളല്ലാത്തവർക്ക് കൊടുക്കുന്ന പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ട്. അതുപോലെ തന്നെ പിരിച്ച ഫണ്ട് മുഴുവനായിട്ടും അവകാശികളിലേക്ക് എത്തിക്കാതെ സക്കാത്ത് വക വരവ് എന്ന് പറഞ്ഞ് കണക്കെഴുതിയ കമ്മിറ്റികളുണ്ട്. അങ്ങനൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. എന്നാലും ആളുകൾക്ക് വ്യവസ്ഥാപിതമായി ചെയ്താലല്ലേ നേട്ടം എന്ന് ചിന്ത ഉള്ളത് കൊണ്ടാണ് വക്കാലത്ത് സംവിധാനം നമ്മുടെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നത്. അതെ, അതൊക്കെ പ്രശ്നമാണ്. അല്ല, സുതാര്യമായിട്ട് നിർവഹിക്കാം. അപ്പം ഇനി ഒരാൾ സ്വന്തം കൊടുക്കുകയാണ്, അവകാശം ഇല്ലാത്ത ആൾക്കാർ കൊടുത്തിട്ട് കാര്യമുണ്ടോ? സ്വന്തം കൊടുക്കുന്ന ആൾക്കാർ, ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം ഫിത്ർ സക്കാത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എന്താ, ഈ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് അവിടെ കൊടുക്കും, അവിടെ നിന്ന് ഇവിടെ കൊടുക്കും. ഈ 2 വീട്ടിൽപ്പെട്ട ഒരു വീട്ടുകാരൻ ചിലപ്പോൾ അവകാശി ആവില്ല. പക്ഷെ എന്നാലും കൊടുക്കണം. എന്താ, അവരിവിടെ തന്നില്ല, പിന്നെ നമ്മളവിടെ കൊടുക്കാൻ ഞാൻ മോശമല്ലേ? ആ രൂപത്തിൽ കൊടുക്കുന്ന ആൾക്കാരില്ല. അപ്പോൾ സ്വന്തം കൊടുത്താലും ചിലപ്പോൾ എന്താവും, അവകാശം ഇല്ലാത്ത ആൾക്കാർ കൊടുക്കും. ബാക്കി വരാൻ പാടില്ല. ഈ നാട്ടിൽ അവകാശികളില്ല, അടുത്ത നാട്ടിൽ കൊടുക്കണം. ബാക്കി വരാൻ പരിപാടി ഇല്ല ഇതിന്. അപ്പൊ ഏതായാലും അവസാനിപ്പിക്കല്ലേ? എന്നാ അവസാനിപ്പിക്ക. ഇല്ല ഓർക്കുവാണെങ്കിൽ ധർമ്മം ചെയ്യും, വെറുതെ സംഭാവന ഒക്കെ കൊടുക്കാം. സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. ഞാൻ അതൊന്ന് അവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഏതായാലും ഇനി സമയം കുറേ ആയി. ഇത്രയും കേട്ടിരുന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.